ദൈവദാസന്മാരെയും ദൈവമക്കളെയും കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ നമുക്ക് വിവിധ രാജ്യങ്ങളിൽ ഇരുന്ന് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാനും വിവിധ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവമുമ്പാകെ സമർപ്പിക്കാനും പാട്ടുപാടി കർത്താവിനെ ആരാധിപ്പാനും കർത്താവ് നമ്മെ സഹായിച്ചതിനാൽ നന്ദിയോടെ കരമൊന്ന് ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ആമേൻ. ഇന്ന് രാത്രിയിൽ ഞാൻ ഇന്ന് രാവിലെ വായിച്ച മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായത്തിലെ 3 ചിന്തകൾ പറയുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം അതിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ 3 പാരഗ്രാഫിലാണ് നമ്മൾ ആ പേജിൽ കാണുന്നത്. 21 പേജിൽ 22 വാക്യം വരെയുള്ള വേദഭാഗമാണ് അതിന്റെ സംക്ഷിപ്ത രൂപമാണ് പറയുന്നത്. അതിലൊന്ന് യേശുവിനെ ആരാധിക്കുന്ന ഒരു ആരാധന നമുക്ക് കാണാം. 12 മുതൽ 17 വരെ ആലയത്തിന്റെ ശുദ്ധീകരണമാണ്. ദേവാലയ ശുദ്ധീകരണമാണ്. 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ പ്രാർത്ഥനയുടെ മറുപടിയാണ്. ഇനി അതിന്റെ ദൈവശാസ്ത്ര പ്രകാരം ഞാൻ ക്രമീകരിച്ച് പറയാം. 1 ദേവാലയ ശുദ്ധീകരണം 12 മുതൽ 17 വരെ ശുദ്ധീകരണം. 2 ആരാധന 21 മുതൽ 11 വരെയുള്ള 21ന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ആരാധനയാണ്. അപ്പൊ ശുദ്ധീകരണം കഴിഞ്ഞാൽ ആരാധന. ഇനി ആരാധന കഴിഞ്ഞാൽ പ്രാർത്ഥനയും പ്രാർത്ഥനയ്ക്കുള്ള മറുപടി. അതാണ് 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയാം. 12 മുതൽ 17 വരെ ശുദ്ധീകരണം, ദേവാലയ ശുദ്ധീകരണമാണ്. അപ്പം ആലയം ശുദ്ധീകരിക്കപ്പെടണം. ശുദ്ധീകരണമുള്ള ആലയത്തിൽ നിന്നുള്ള പ്രാർത്ഥന. അപ്പൊ ദേവാലയ ശുദ്ധീകരണം. രണ്ടാമത്തേത് ശരിയായ ഒരു ആരാധന. അത് 21ന്റെ 1 മുതൽ 11 വരെ. 18 മുതൽ 22 വരെ അതിന്റെ 22 വാക്യം പ്രാർത്ഥനയ്ക്കുള്ള മറുപടി. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് അത് ലഭിക്കും. അപ്പൊ നമുക്കെല്ലാം ഒരു പ്രാർത്ഥനയും അതിന്റെ മറുപടിയും ഉണ്ട്. അത് മനുഷ്യൻ പ്രാർത്ഥിക്കാനാവുന്ന കാലം മുതൽ, അറിയാവുന്ന കാലം മുതൽ മരിക്കുന്ന കാലം വരെയും ദൈവവിശ്വാസമുള്ള ആളുകൾക്കെല്ലാം പ്രാർത്ഥനയുണ്ട്. അപ്പോ നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നവരാണ്. നിങ്ങളുടെ മുൻപിൽ രഹസ്യവും പരസ്യവുമായ പല പ്രാർത്ഥനാ വിഷയങ്ങളും ഉണ്ടാകും. അത് വ്യക്തിപരവും കുടുംബപരവും സഭാപരവും ശുശ്രൂഷാപരവും സാമ്പത്തികപരവും വിദ്യാഭ്യാസപരവും തലമുറപരവും എന്ന് വേണ്ട രാജ്യ നന്മയെ കരുതിയും വിവിധ മണ്ഡലങ്ങളിലുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്കുണ്ട്. അപ്പൊ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് എന്നുള്ളതാണ് 22 വാക്യം. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് യേശു ഉത്തരം പറയുകയാണ്. വാസ്തവത്തിൽ നമുക്ക് വളരെ സന്തോഷം തോന്നി. അതിനെ നമ്മൾ ആഴത്തിൽ ധ്യാനിക്കുമ്പോഴേ ഇതിൻ്റെയൊക്കെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. സ്വതന്ത്രം. 21 അധ്യായത്തിൽ കർത്താവ് അതിന്റെ ആദ്യത്തെ ഭാഗം ഞാന് 12 വരെയുള്ള വാക്യങ്ങൾ ആദ്യം വായിക്കാം. അവിടെ ദേവാലയ ശുദ്ധീകരണമാണ്. ഒത്തിരി ദീർഘമാക്കാതെ വചനം അതിന്റെ സംക്ഷിപ്ത രൂപത്തിൽ ശുശ്രൂഷിച്ച ദൂതുകൾ പറയാനും ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയുണ്ടായിരുന്നതാണ്. ദേവാലയ ശുദ്ധീകരണത്തിൽ വേറെ എങ്ങും പോകാതെ മത്തായി, യോഹന്നാൻ ഈ സുവിശേഷങ്ങളിലൊക്കെ 3 സുവിശേഷങ്ങളിൽ ദേവാലയ ശുദ്ധീകരണമുണ്ട്. അതിൽ 5 ഗ്രൂപ്പ് ആളുകൾ ഈ പള്ളിക്കകത്തുണ്ടായിരുന്നു. 5 ഗ്രൂപ്പ് ആളുകൾ പള്ളിക്കകത്തുണ്ട്. അതിൽ 1 വിൽക്കുന്നവരും വാങ്ങുന്നവരുമാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ ദേവാലയ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ അതൊരു ബിസിനസിന്റെ കേന്ദ്രം കൂടിയാണ്. ഇന്നും അങ്ങനെ ഉണ്ട്. ഇപ്പൊ കുട്ട, ചട്ടി, തൂമ്പ എന്ന് വേണ്ട ഈത്തപ്പഴം, പിന്നെ മാല, പുസ്തകം, കൺവെൻഷന്റെ വേദപുസ്തകം, പാട്ടുപുസ്തകം,
ചിഞ്ചിലം, കൈയടിക്കുന്നത്, ഇങ്ങനെ ഇതെല്ലാം ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. കുമ്പനാട്ടും ഉണ്ട്, മുളക്കഴിയുണ്ട്, പുല്ലൂരും അതുണ്ട്. അപ്പൊ അത് ബിസിനസ്സിന് വരുന്ന ഒരു കൂട്ടം ആളുകൾ അവിടെ ഉണ്ട്. എല്ലാവരും പള്ളിക്കകത്ത് കൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ വരുന്നവരല്ല, നമ്മൾ ഓർക്കണം. ആമേൻ, സ്തോത്രം. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ അന്ന് ഈ നാണയ കൈമാറ്റമുണ്ട്, വിനിമയം. ഫോറിൻ എക്സ്ചേഞ്ച് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ, യുണിമണി പോലെ, UAE എക്സ്ചേഞ്ച് പോലെ, ലുലു എക്സ്ചേഞ്ച് എന്ന പോലെ, ഇപ്പൊ ഡോളർ ദിനാറാക്കാൻ, ദിനാർ റൂബിളാക്കാൻ, റൂബിള് പൗണ്ടാക്കാൻ, പൗണ്ട് കറൻസി ആക്കാൻ എന്നതുപോലെ നാണയം കൈമാറ്റത്തിന് പൊന്നാണയങ്ങൾ, വെള്ളി നാണയങ്ങൾ അവർ കൊണ്ടുവരും. അതിന്റെ ട്രാൻസാക്ഷൻസ്, അതിന്റെ കൈമാറ്റങ്ങൾ നടക്കും അവിടെ. ആ പൊൻ വാണിഭക്കാരെ അവരുടെ മേശകളെ മറിച്ചിട്ടു എന്ന് പറയുന്നത് അതാണ്. അപ്പൊ അതിന്റെ ട്രാൻസാക്ഷൻ നടക്കും, അതിന്റെ എക്സ്ചേഞ്ച് നടക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ വിൽക്കുന്നവരും വാങ്ങുന്നവരും, പിന്നെ വിൽക്കാൻ വരുന്നവര് അവരുടെ ചെറിയ സാധനം കൂടിയ വിലയ്ക്ക് വിൽക്കാൻ വരികയാണ്. ഇനി വാങ്ങാൻ വരുന്നവർ അവരുടെ കൊച്ചു കാശിന് ബ്രാൻഡ് സാധനം വാങ്ങാൻ വരികയാണ്. ഇപ്പൊ രണ്ടുപേരുടെ ലക്ഷ്യം ലാഭമാണ്, ലാഭത്തിന് സാധനം കിട്ടും എന്നുള്ളതാണ്. പക്ഷെ കർത്താവ് ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയമാണ്, അത് ലാഭം ഉണ്ടാക്കാനുള്ള സ്ഥലം അല്ല. അതിൽ കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സ്തോത്രം. അതാണ് ഞാൻ സാധാരണ പ്രസംഗിക്കുമ്പോൾ പറയാറുള്ള ഒരു ചിന്തയുണ്ട്. ഇസ്രായേൽ ജനത്തിന്റെ വരുമാന മാർഗങ്ങളിൽ ഒന്ന് മുന്തിരിത്തോട്ടം കഴിഞ്ഞാൽ ആടുകളെ മേയ്ക്കുന്ന, ആടുകളെ വളർത്തുന്ന, ആടിന്റെ പാല്, ആടിന്റെ ഇറച്ചി, ആടിന്റെ കമ്പിളി, ഇത് മൂന്നുമാണ് അവരുടെ പ്രധാനമായ വരുമാന മാർഗങ്ങൾ. പക്ഷെ കുറെ കാലം ഈ ആട് മേയ്ക്കലൊക്കെ കഴിച്ചിട്ട് പിന്നെ അവരത് നിർത്തിയിട്ട് പന്നി മേയ്ക്കലായി. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ലാഭം നോക്കിയതാണ്. ആട് പ്രസവിച്ചാൽ 2-4 എണ്ണേ കാണും കുട്ടികൾ, പന്നി പ്രസവിച്ചാൽ 10-15 എണ്ണം കാണും. അപ്പൊ ലാഭം നോക്കി ആടിനെ മാറ്റി പന്നിയാക്കിയവരും. അതുകൊണ്ടാണ് അവരുടെ ഉപജീവനപരമായതാണ് പന്നിയെങ്കിലും ആ പന്നിക്കൂട്ടത്തിലേക്ക് ഭൂതം കയറാൻ കർത്താവ് അനുവദിച്ചതിന്റെ കാരണം അതാണ്. 2000 പന്നി ചാകുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. 100 പന്നിയുടെ ഓണറും ഒരു നല്ല മുതലാളി തന്നെ. അപ്പൊ 1000 പന്നിയുടെ ഓണറും, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ 2000 പന്നിയുടെ ഒരു മുതലാളി എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ഒരു കൊച്ചു കാശുകാരനാണ്. പക്ഷേ അവന്റെ മുഴുവൻ ഉപജീവന മാർഗവും തകർക്കത്തക്കതുപോലെ ആയിരുന്നു കർത്താവിന്റെ ഇടപെടൽ. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ വിളി കേട്ട യഹൂദൻ, അബ്രഹാമിന്റെ തലമുറയാണ്, അവൻ ഈ പന്നിയെ വളർത്തി ലാഭം ഉണ്ടാക്കി ജീവിക്കണ്ട, അവൻ ഉള്ള വരുമാനം മതി, ആടിനെ മേയിച്ച് വിശുദ്ധിയുടെ പര്യായമാണ് ആട്, അശുദ്ധിയുടെ പര്യായമാണ് പന്നി. അതാണ് വ്യത്യാസം. അതുകൊണ്ട് കർത്താവും പത്രോസും പറഞ്ഞിട്ടുണ്ട്, കർത്താവ് പറഞ്ഞു വിശുദ്ധമായ നായ്ക്കൾക്ക് കൊടുക്കരുത്, പന്നികളെ മുത്തുകളുടെ മുമ്പിൽ ഇടരുത്. പത്രോസ് പറഞ്ഞു കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നി എന്നാണ്. ആ പന്നിയുടെ പ്രത്യേകത അയവെറുക്കത്തില്ല, പിന്നെ കുളമ്പ് പിളർന്നതല്ല എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചത്തെ പ്രസംഗം കേട്ടാൽ പിന്നെ അടുത്ത ഞായറാഴ്ച ചിലര് പ്രസംഗം കേൾക്കൂ. അവർ ഒരു സൂം മീറ്റിങ്ങിലും കയറത്തില്ല, ഒരു വേദോത്വം വായിച്ച് ധ്യാനിക്കത്തില്ല, അവർ വചനം അയവെറുക്കത്തില്ല. അവർക്കാകെ കൂടി ഒറ്റ പ്രസംഗം ഞായറാഴ്ച കിട്ടുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ കൂടുതൽ റഫായിട്ട് വ്യാഖ്യാനിക്കുന്ന ഉചിതമല്ല, നിങ്ങൾ അതിന്റെ മർമ്മം അങ്ങ് ഗ്രഹിച്ചാൽ മതി. നമ്മൾ ആടാണ്, ആട് അയവിറക്കുന്നതാണ്. തിങ്കളാഴ്ച അതിനൊരു വചനമുണ്ട്, ചൊവ്വാഴ്ച അതിനൊരു പാട്ടുണ്ട്, ബുധനാഴ്ച അതിനൊരു ആരാധനയുണ്ട്, വ്യാഴാഴ്ച അതിനൊരു നൃത്തമുണ്ട്, വെള്ളിയാഴ്ച അതിനൊരു സ്തോത്രമുണ്ട്. മനസ്സിലാവുന്നു? ഇങ്ങനെ ആത്മീയ കാര്യങ്ങളിൽ ഇൻവോൾവ് ഉള്ളതായിരിക്കും ആടെന്ന് പറയുന്നത്. ആമേൻ. ഒന്ന് സന്തോഷമുണ്ടെങ്കിൽ ഒന്ന് സ്തോത്രം പറയാൻ കര ഉയർത്തി. ആമേൻ, ഹല്ലേലൂയ. ആ പോട്ടെ, വിൽക്കുന്നവരും വാങ്ങുന്നവരും കർത്താവ് പറഞ്ഞ പ്രാർത്ഥനാലയമാണ് ലക്ഷ്യം, ബിസിനസ് അല്ല. ആമേൻ. 2 കുരുടന്മാരും മുടന്തന്മാരുമാണ്. സെക്കൻഡ് ഗ്രൂപ്പ് അവരാണ്. ഇപ്പൊ ഒരാൾക്ക് കണ്ണു വയ്യ, മറ്റൊരാൾക്ക് കാല് വയ്യ. ഈ വയ്യാത്ത കണ്ണും വയ്യാത്ത കാലും കൊണ്ട് ചിലര് സൗഖ്യത്തിന് വരുന്നു, ചിലർ അതുകൊണ്ട് പൈസ ഉണ്ടാക്കാനായിട്ട് വരികയാണ്. അമ്മ വല്ലതും തരണേ എൻ്റെ മുട്ടുമേല, വല്ലതും തരണേ എൻ്റെ കണ്ണുമേല എന്ന് പറഞ്ഞ് അതുകൊണ്ടും അവർ ലാഭം ഉണ്ടാക്കാൻ വരുന്നവരാണ്. വളരെ അപൂർവം ആളുകൾ
ദേവാലയത്തിനകത്ത് സൗഖ്യം പ്രാപിച്ച് കിടക്കുന്നു. അത് അപ്പോസ്തല പ്രവൃത്തി 3 മുടന്തനകത്ത് കയറി, അവന്റെ മുടന്ത് മാറി അകത്ത് കയറി. സ്തോത്രം. എന്നാൽ ചിലർക്ക് മുടന്തല്ല വിഷയം, കാശാണ് വിഷയം. അതാണ് അവരുടെ വിഷയം. ഈയിടെ നമ്മള് എറണാകുളം പട്ടണത്തിൽ നിന്ന് ഒരാളെ പിടിച്ചത് നിങ്ങൾ വായിച്ചാൽ കണ്ടായിരുന്നോ? അവനൊരു മുടന്തുമില്ല, അവന്റെ കണ്ണും ക്ലിയർ ആണ്, അവന്റെ ഹാർട്ടും ക്ലിയർ ആണ്. പക്ഷെ അവൻ വായിക്കകത്തോട്ട് ഒരു ട്യൂബ് ഇട്ട് കടിച്ചു പിടിച്ചിട്ട് അത് ഇവിടെങ്ങാണ്ട് കടിപ്പിച്ചു. അവന്റെ കാല് വളച്ച് പിടിച്ച് അവൻ നടന്ന് ശീലിച്ച്, അങ്ങനെ രാത്രിയിൽ അവനെ സംശയം തോന്നിയിട്ട് ചെറുപ്പക്കാർ പൊക്കി പോലീസിനെ വിളിച്ച് അവനെ അകത്താക്കി. കാരണം അവന് ഗൂഗിൾ പേ വഴി അതിന്റെ ആ സിംറ്റം ഉണ്ടല്ലോ, അതിന്റെ പേര് മറന്നുപോയി, അത് കാണിച്ച് അവൻ പൈസ അടിച്ചോണ്ടിരിക്കുക. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭിക്ഷ യാചിക്കുന്നത് ഭയങ്കര ഒരു വരുമാന മാർഗമായി അവൻ കണ്ടു. അപ്പൊ വിയർക്കണ്ട, അധ്വാനിക്കണ്ട, ഐക്യു ചെലവാക്കണ്ട, ബുദ്ധി പ്രവർത്തിക്കണ്ട. അവൻ നോക്കിയപ്പോ എഞ്ചിനീയറെക്കാളും ബെറ്ററാ, മെഡിക്കൽ ഡോക്ടറെക്കാളും ബെറ്ററാ യാചകൻ എന്ന പരിവേഷം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവന്റെ ഉദ്ദേശം ലാഭമാണ്. സ്തോത്രം. കർത്താവ് പറഞ്ഞു, അല്ല, എൻ്റെ ആലയം പ്രാർത്ഥനാലയമാണ്. മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പുരോഹിതന്മാരും ശാസ്ത്രിമാരുമാണ്, മഹാപുരോഹിതന്മാരാണ്. ഈ പുസ്തകത്തിൽ എപ്പോഴും മഹാപുരോഹിതന്മാർ എന്ന ബഹുവചനപ്രയോഗമാണ് ശരാശരി ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം അമ്മായിയപ്പനും മരുമോനും കൂടെ ഒരുപോലെ ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കുക. ആരാ? ഹന്നാവും കയ്യാപ്പാവും. യേശുവിന്റെ കാലത്തെ എക്സ് മഹാപുരോഹിതനാണ് ഹന്നാവ്. അന്നരത്തിൽ നിലവിലെ മഹാപുരോഹിതനാണ് കയ്യാപ്പാവ്. ഇവർ രണ്ടുപേരും റിലീജിയസ് ലീഡേഴ്സ് ആണ്, മതകോടതിയുടെ ചെയർമാനാണ്. അവർ കട്ടയ്ക്ക് നിൽക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ ഈ പള്ളിയുടെ ഭരണം മുഴുവൻ അവർ കൈകാര്യം ചെയ്ത് ഈ സഭ എങ്ങനെ നശിച്ചാലും ഒരു കുഴപ്പമില്ലെന്നും പറഞ്ഞിട്ട് യേശുവിനെ ഉൾപ്പെടെ ക്രൂശിച്ച് മതം തലയ്ക്ക് പിടിച്ച് അധികാരം തലയ്ക്ക് പിടിച്ച് ഇങ്ങനെ വല്ലാത്ത പരുവത്തിൽ ജനത്തെ നയിച്ചുകൊണ്ട് പോവാണ്. പിന്നെ യേശുവിനെയും അവന്റെ ശുശ്രൂഷയെല്ലാം ക്രിട്ടിസൈസ് ചെയ്യാണ്. ഈ അധികാരം നിനക്ക് തന്നത് ആരാണ്? ആമേൻ, സ്തോത്രം. കൈസർക്ക് കരം കൊടുക്കുന്ന വിധമാണോ? നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്താണ്? സ്തോത്രം. ശബത്തിൽ സൗഖ്യമാക്കുന്നത് ശരിയാണോ? 100 ചോദ്യങ്ങളാണ് യേശുവിനും യേശുവിന്റെ ശുശ്രൂഷയ്ക്കുമെതിരെ ഈ കൂട്ടര് ഉയർത്തിയെടുക്കുക. എന്ന് പറയാൻ വിമർശിക്കുക. നല്ല ഒരു ആരാധന നടന്നാൽ അവർ വിമർശിക്കും, നല്ല ഒരു സാക്ഷ്യം പറഞ്ഞാൽ അവർ വിമർശിക്കും, നല്ല ഒരു പ്രസംഗം കേട്ടാൽ അവർ വിമർശിക്കും, നല്ല ഒരു ദൂത് കേട്ടാൽ അവർ വിമർശിക്കും. സ്തോത്രം. അവരെ സംബന്ധിച്ചിടത്തോളം ആത്മീയത അല്ല പ്രധാനം, അധികാരമാണ് പ്രധാനം. സ്തോത്രം. യേശു പറഞ്ഞു, എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയമാണ്. ഇനി നാലാമത്തെ ഒരു ഗ്രൂപ്പുണ്ട്, ദേവാലയത്തിൽ ആർക്കുന്ന ബാലന്മാർ. ആമേൻ. അപ്പൊ നമ്മൾ ഈ ഗ്രൂപ്പിൽപ്പെട്ടവരായിരിക്കണം. ആമേൻ. ലാഭം ഉണ്ടാക്കുന്ന ബിസിനസ്സുകാരല്ല, പിന്നെ മറിച്ച് അതിനപ്പുറം കുരുടന്മാരും വിടന്തന്മാരുമല്ല, മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരുമല്ല, ദൈവത്തെ ആർക്കുന്ന ആരാധിക്കുന്ന ബാലന്മാരെ പോലെ നമ്മളായിരിക്കണം. അപ്പൊ മറ്റവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവര് പറഞ്ഞു, ഗുരു, നിന്റെ ശിഷ്യന്മാർ ഇങ്ങനെ ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞു. സ്തോത്രം. ആമേൻ. സ്തോത്രം. അപ്പൊ കർത്താവ് പറഞ്ഞു, നിങ്ങള് ആമേൻ മൗനമായിരുന്നാൽ എവർ ആർത്ത് വിളിക്കുമെന്ന് പറയാനിടയായി. അപ്പൊ ആരാധനയ്ക്ക് അതിന്റെ ശബ്ദമുണ്ട്. ആമേൻ, ആമേൻ. ആരാധനയ്ക്ക് അതിന്റെ മുഴക്കമുണ്ട്, ആരാധനയ്ക്ക് അതിന്റെ സ്തോത്രമുണ്ട്, ആരാധനയ്ക്ക് ഹല്ലേലൂയായും അന്യഭാഷയുണ്ട്. അതാണ് ശരിയായിട്ടുള്ള ആത്മാവിലുള്ള ആരാധന. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതം ആകുന്ന ആമേൻ സ്തോത്രം, നമ്മുടെ ശരീരമാകുന്ന ദേവാലയം ശുദ്ധീകരണമുള്ളതായിരിക്കണം. പുതിയ നിയമത്തിൽ അക്ഷരികമായ ദേവാലയമല്ല, പിന്നെ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം, യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്. ആ ആലയം വ്യക്തിപരമായിട്ട് ദൈവത്തിന്റെ ആലയമാകുമ്പോൾ തന്നെ ജീവനുള്ള സഭയാകുന്ന ദേവാലയം. അപ്പോ എവിടെയെല്ലാം സാർവത്രിക സഭയുടെ ഭാഗമായിട്ട് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ആത്മാവിൽ ജീവിക്കുന്നവരുണ്ടോ അവരെല്ലാം ദൈവത്തിന്റെ ആലയമാണ്, വ്യക്തിപരമായും ദൈവത്തിന്റെ ആലയമാണ്. ഈ ആലയം ശുദ്ധമായിരിക്കണം, ശുദ്ധിയുള്ളതായിരിക്കണം. ആമേൻ, സ്തോത്രം. അങ്ങനെ ശുദ്ധീകരണത്തോടുകൂടെ വേണം ആരാധിക്കാൻ.
നമ്പർ 1 ആരാധിക്കുക. ഇനി രണ്ടാം ഘട്ടത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഒത്തിരി ദീർഘമാക്കത്തില്ല വചനം. രണ്ടാമത്തേത് ആ ഒന്നാം ഭാഗം. അപ്പൊ ഒന്നാമത് നമുക്ക് വേണ്ടത് ശുദ്ധീകരണമാണ്. മനുഷ്യന് വേണ്ട ശുദ്ധീകരണമാണ്. ആമേൻ, സ്തോത്രം. ഈ കർത്താവ് എപ്പോഴും പറയുന്ന ഒരു കാര്യം അനുതാപം എന്നൊരു പദമാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ വചനം ധ്യാനിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നതാണ്. കർത്താവ് ഒരു ദൃഷ്ടാന്തം പറഞ്ഞു. ഒരപ്പന് 2 മക്കൾ. ഒരുത്തനോട് പറഞ്ഞു, നീ പോയി കൃഷി ചെയ്യാൻ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു. അവൻ പോകത്തില്ലെന്ന് പറഞ്ഞു. രണ്ടാമത്തവനോട് പോകാൻ പറഞ്ഞു ഞാൻ പോകാമെന്ന് പറഞ്ഞു. പക്ഷെ പോകാമെന്ന് പറഞ്ഞവൻ പോയില്ല. പോകത്തില്ലെന്ന് പറഞ്ഞവൻ അനുദപിച്ചിട്ട് പോയി. അതാണ്. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ട്രിക്ക് അനുസരിച്ച് തന്ത്രം ഉപയോഗിച്ചിട്ട് പോകാമെന്ന് പറയുകയും പോകാതിരിക്കുകയും ചെയ്യുന്നതിനേക്കാൾ ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞിട്ട് അതിനകത്തൊരു അനുതാപം ഉണ്ടായിട്ട് പോകുമെന്ന് പറയുമ്പോൾ അതിനകത്താണ് ദൈവം പ്രസാദിക്കുന്നത്. എന്നിട്ട് കർത്താവ് അതിന്റെ അടിയിൽ പറയുന്നൊരു പ്രയോഗം ഇതുണ്ട്: ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുൻപേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കും എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട്. അപ്പൊ വാസ്തവത്തിൽ ഈ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അനുദപിക്കുന്നില്ല. അവർ സ്വയം നീതീകരിച്ചു പോവുകയാണ്. പക്ഷെ ചുങ്കക്കാരും വേശ്യമാരും സമൂഹത്തിലെ ഏറ്റവും വലിയ പാപികളാണെന്ന് മുദ്ര കുത്തപ്പെട്ടിട്ടുള്ളത് കൊണ്ട്, അയ്യോ ഞാൻ ചുങ്കക്കാരനാണല്ലോ, അയ്യോ ഞാൻ പാപിയാണല്ലോ എന്നൊരു ഹൃദയത്തിനകത്തൊരു അനുതാപം വരുന്നത് കൊണ്ട് അങ്ങനെയുള്ളവരെയാണ് ദൈവം രക്ഷിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ ആഴത്തിൽ പറയാം. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അയ്യോ എൻ്റെ ഭാഗത്ത് കുറവുണ്ട് കർത്താവേ എന്നൊരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൈവിടപ്പെടത്തില്ല. നിങ്ങൾ കർത്താവിന് പ്രിയരായിട്ട് മാറ്റപ്പെടുകയാണ്. എന്നാൽ എനിക്കൊരു കുറവില്ല, എനിക്കാരുടെയും സഹായം വേണ്ട, ഞാൻ നീതിമാനാണ് എന്ന് സ്വയം ഒരു നീതീകരണം നമ്മുടെ അകത്ത് പോയാൽ പിന്നെ ദൈവത്തിന് നമ്മളെ രക്ഷിക്കാൻ പറ്റത്തില്ല. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. ദൈവത്തിന് നമ്മളെ രക്ഷിക്കാൻ പറ്റത്തില്ല. കാര്യം ഒരു രക്ഷകന്റെ ആവശ്യം വരുന്നില്ല. രക്ഷകന്റെ ആവശ്യം വരുന്നത് അനുതാപമുള്ളവർക്കാണ്. ഞാൻ പറയുന്ന വാചകങ്ങൾ ശ്രദ്ധിക്കണം. ഒരു രക്ഷകന്റെ ആവശ്യം വരുന്നത് പാപബോധവും അനുതാപവും ഉള്ളവർക്കാണ് വേണ്ടി വരുന്നത്. ആമേൻ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ സ്വയം നീതീകരിക്കുന്ന പ്രാർത്ഥനയോ നമ്മുടെ പ്രവൃത്തികളോ ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കർത്താവെ ഇന്ന ഭാഗത്തൊരു കുറവുണ്ട് ആമേൻ എന്ന് നമുക്ക് തോന്നിയാൽ അവിടെ കർത്താവിന്റെ കരം നമുക്ക് വേണ്ടി നീട്ടും. കാരണം ക്രൂശിലെ ക്രിസ്തു ഇപ്പോഴും നമ്മുടെ പാപത്തിന് ആമേൻ ക്ഷമ നൽകുന്നവനാണ്. ഉയരത്തിൽ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന ക്രിസ്തു നമുക്ക് വേണ്ടി ഇപ്പോഴും മധ്യസ്ഥത അണച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര പേർക്ക് ഞാൻ പറയുന്ന ദൂത് മനസ്സിലാകുന്നുണ്ട്? നമ്മൾ ചേർന്ന് കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഇനി ഞാൻ ഒന്നാം ഭാഗത്തിലേക്ക് വരികയാണ്. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങള് പട്ടണത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയെയും അതിന്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. യേശുവിന്റെ കാഴ്ച നിങ്ങൾ മനസ്സിലാക്കണം. യേശുവിന്റെ കണ്ണിന്റെ ആഴം. യേശു ആ ഗ്രാമത്തിലല്ല നിൽക്കുന്നത്, യേശു വേറൊരിടത്താണ്. പക്ഷെ എതിരെയുള്ള ഗ്രാമത്തിൽ കർത്താവ് നേരിട്ട് ഈ കണ്ണിന് കാണാത്ത തരത്തിൽ അവിടെ കെട്ടിയിരിക്കുന്ന കഴുതയും കുട്ടിയും കാണുകയാണ്. ഇനി ആ കഴുത പെണ്ണാണോ ആണാണോ എന്ന് കർത്താവ് വ്യക്തമായി പറയുകയാണ്. ഹലോ, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? അത് കഴുതയാണെന്ന് പറയുകയാണ്. ശ്രദ്ധിക്കണം, കോവർ കഴുതയല്ല, അത് കുതിരയല്ല. ഹലോ ഹലോ, യേശുവൻ ഇന്ന് രാത്രിയിൽ നിങ്ങൾ ആരാണ്, നിങ്ങൾ ഏത് ലിംഗത്തിലുള്ള ആളാണ് എന്നറിയാം. 2, കഴുത കുട്ടി അവിടെ ഉണ്ടെന്ന് പറയുകയാണ് യേശു. അപ്പൊ അങ്ങനെയാണെന്ന് ഞാൻ അതിനെ ആത്മീയമായി ഒന്ന് ബന്ധിപ്പിച്ച് പറയാം. നമ്മൾ കഴുതയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കഴുത കുട്ടിയാണ്. ആ കഴുത കുട്ടിയെ കാണുന്ന കർത്താവ് നിങ്ങളുടെ തലമുറയെ കാണും.
അത് കഴുത കുട്ടി അതിന്റെ കൂടെ ഉണ്ടെന്ന് യേശു പറയുന്നെങ്കിൽ ആ കുട്ടിയെ പോലും പരിഗണിച്ചാണ് കർത്താവ് സംസാരിക്കുന്നത്. ഇനി അടുത്ത പ്രയോഗം, അതിനെ കെട്ടിയിട്ടിരിക്കുകയാണെന്ന് യേശു പറയുക. മനസ്സിലാകുന്നുണ്ടോ? അതിനെ എന്ത് ചെയ്തിരിക്കുകയാണ്? കെട്ടുണ്ട്. ആ കഴുതയ്ക്ക് കെട്ടുണ്ട്. അപ്പൊ ഞാനതിനെ ആത്മീയമായി വ്യാഖ്യാനിക്കുന്നു. കെട്ടപ്പെട്ട കഴുത, അത് പെൺകഴുത, അതിനൊരു കുട്ടിയുമുള്ള കഴുത. അത്രയാണ് അതിന്റെ ചിന്ത. അപ്പൊ ഞാനൊരു കാര്യം പറയാം. കർത്താവിന് നമ്മളോട് കരുണ തോന്നിയാൽ നമ്മുടെ മേലുള്ള കെട്ട് കർത്താവ് ആദ്യം അഴിപ്പിക്കും. നമ്മുടെ തലമുറയിലുള്ള കെട്ടഴിപ്പിക്കും. നമ്മളെ ഉപയോഗിക്കാൻ അനുവദിക്കാതെ ഒതുക്കിയിട്ടിരിക്കുന്ന മണ്ഡലങ്ങളിലെ കെട്ട് ദൈവഴിക്കും. അപ്പൊ ഇത് ഉപയോഗിക്കാനുള്ളതാണല്ലോ. അപ്പൊ യേശുവിന് കയറാനുള്ള വാഹനമായിട്ടാണ് ഇതിനെ നമ്മൾ കാണുന്നത്. പക്ഷെ ഇപ്പൊ അതിന്റെ മേൽ ആരും കയറുന്നില്ല. അതിനെ കെട്ടിയിട്ടിരിക്കുകയാണ്, ഉപയോഗമില്ല. അപ്പോ രണ്ടു മൂന്ന് ചിന്ത, ധാരാളം പ്രസംഗങ്ങൾ നമ്മൾ കേട്ട് കാണും. ഇന്ന് രാത്രിയിൽ ഒന്നാമത്തെ ദൂത്, നിന്നെ ബന്ധിച്ച ബന്ധനങ്ങൾ യേശു കാണും, കെട്ടിയിട്ടിരിക്കുന്ന കഴുതയെ കാണും. 2, കഴുത കുട്ടിയെ കാണും. ആമേൻ, സ്തോത്രം. 3, ആ അമ്മ കഴുത അല്ലെങ്കിൽ തള്ളക്കഴുത പെൺകഴുതയാണെന്ന് യേശു കാണും. ശിഷ്യന്മാരത് കാണുന്നില്ല, ശിഷ്യന്മാരോട് അത് പറയുകയാണ്. ഗിദെയോന്റെ വീട്ടിലെ തൊഴുത്തിലെ കാള ഏതാണെന്ന് ദൈവം പറയുന്നത് എങ്ങനെയാ നമുക്കറിയാമോ? നിന്റെ അപ്പന്റെ കാള, ഇളയ കാള, രണ്ടാമത്തെ കാള, 7 വയസ്സുള്ള കാള. ഹലോ, കർത്താവിന്റെ കണ്ണിന്റെ ആഴം നിങ്ങൾ ചിന്തിച്ചേ. നിന്റെ അപ്പന്റെ കാള, രണ്ടാമത്തെ കാള, ഇളയ കാള, 7 വയസ്സുള്ള കാള. അപ്പൊ അങ്ങനെയാന്ന് ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങളുടെ ദാരിദ്ര്യം, അക്കൗണ്ടിന്റെ ദാരിദ്ര്യം ദൈവത്തിന് അറിയത്തില്ലേ? എത്ര ഉണ്ടെന്നും ഇല്ലായ്മ ദൈവത്തിന് അറിയാം. നിങ്ങളുടെ മക്കൾ എത്ര പേരുണ്ടെന്ന് ദൈവത്തിന് അറിയത്തില്ലേ? ദൈവത്തിന് അറിയാം. നിങ്ങളുടെ കപ്പാസിറ്റി, മെന്റൽ പവർ എത്ര ഉണ്ടെന്ന് ദൈവത്തിന് അറിയത്തില്ലേ? ദൈവത്തിന് അറിയാം. നിങ്ങളുടെ ഫിസിക്കൽ പവർ എത്ര ഉണ്ടെന്ന് ദൈവത്തിന് അറിയത്തില്ലേ? ഫിസിക്കൽ പവർ ദൈവത്തിന് അറിയാം. നിങ്ങളുടെ സ്പിരിച്വൽ പവർ എത്ര ഉണ്ടെന്ന് ദൈവത്തിന് അറിയത്തില്ലേ? നിങ്ങളുടെ സ്പിരിച്വൽ പവർ ദൈവത്തിന് അറിയാം. ഇന്ന് രാത്രിയിൽ ഈ സൂം മീറ്റിംഗിൽ വന്നിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആവലാതിപ്പെടരുത്. ആവശ്യങ്ങൾ ഉണ്ടാകാം. നിങ്ങൾ രോഗങ്ങളിലൂടെ കടക്കുന്നവരാകാം, നിങ്ങൾ ശോധനകളിലൂടെ പോകുന്നവരാകാം, നിങ്ങളുടെ മുൻപിൽ വൈതരണികളുണ്ട്, പോരാട്ടങ്ങളുണ്ട്. പക്ഷേ കഴുതയുടെ കെട്ട് കാണുന്നവൻ, ആ കഴുത പെൺകഴുതയാണെന്ന് അറിയാവുന്നവൻ, ആ പെൺകഴുതയ്ക്ക് ഒരു കുട്ടിയുണ്ടെന്ന് അറിയാവുന്നവൻ, സ്തോത്രം, ഇന്ന് രാത്രിയിൽ നിങ്ങൾ സേവിക്കുന്ന യേശുവാണ് അവന്റെ കണ്ണാണ്. ആമേൻ. നിങ്ങളുടെ ചേർന്ന കർത്താവിനെ ശ്രമിക്കാമോ? ഹല്ലേലൂയ. ഈ കടലിൽ നിന്ന് ഒരുപാട് മീൻ പത്രോസ് പിടിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെയും ചതുർദ്രഹ്മപ്പണമുള്ള മീനെ ഒന്നും പത്രോസ് പിടിച്ചിട്ടില്ല. മീൻ പിടിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ. അപ്പൊ കടലിനകത്ത് കിടക്കുന്ന മീന്, ആ മീൻ പത്രോസ് പിടിക്കുന്ന, ഒരു പക്ഷേ ചൂണ്ടിടാൻ പോകുന്ന ആള് ഒരു മീനെ പിടിച്ചോണ്ട് വരത്തില്ല, പല മീനെ പിടിക്കും. കർത്താവ് പറഞ്ഞു ആദ്യം കിട്ടുന്ന മീനാണെന്ന് പറഞ്ഞു. ആമേൻ. അതിന്റെ വായിലിരിക്കുന്നത് 1 ദ്രഹ്മയല്ല, 2 ദ്രഹ്മയല്ല, 4 ദ്രഹ്മ എന്ന് പറഞ്ഞു. ഇനി ശ്രദ്ധിക്കണം, ഈ കടം ടാക്സ് അടയ്ക്കേണ്ടത് ദ്വിദ്രഹ്മയാണ്. 2 ദ്രഹ്മയുടെ കടം ടാക്സ് ആണ് അടയ്ക്കേണ്ടത്. അതിന്റെ എമൗണ്ട് 2 ദ്രഹ്മയാണ്. പക്ഷേ ചതുർദ്രഹ്മയാണ് ഈ മീന്റെ വായിൽ കർത്താവ് കൽപ്പിച്ചാക്കിയത്, അല്ലെങ്കിൽ അത് വിഴുങ്ങിയിരിക്കുന്നു. മനസ്സിലാവുന്നു? അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നിങ്ങൾ ദൈവത്തിന്റെ പണിയാ ചെയ്യുന്നെങ്കിൽ, യേശുവിന്റെ കൂടാ നിൽക്കുന്നതെങ്കിൽ, യേശുവിന്റെ കരം മാത്രമല്ല യേശു അടയ്ക്കുന്നത്, പിടിക്കാൻ പോകുന്ന നിന്റെ വിഷയത്തിനോട് ഒരു കരുതൽ ദൈവമായി. എത്ര പേർക്ക് അത് വിശ്വാസമുണ്ട്? ആ കരം കൂടെ ആരടച്ചു? യേശു അടയ്ക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. നമ്മളെല്ലാം ആവശ്യവും ഭാരവും ഒക്കെ ഉള്ളവരാണെങ്കിലും
നമ്മൾ ഓർക്കേണ്ടതും ബലപ്പെടേണ്ടതുമായ കാര്യങ്ങൾ, നമ്മൾ യേശുവിന് വേണ്ടി നിൽക്കുമ്പോൾ ചതുർദ്രമപ്പണം കാണുമെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം നിന്റെ വിഷയത്തിനൂടെ പരിഹാരമാണെന്ന്. ഒന്നുകൂടെ പറയാം. മീനിന്റെ വായിക്കാത്താണ് ദ്രമ്യെന്നും മുതലയുടെ വായിക്കാത്താന്നോ? മുതലയുടെ വായിക്കാത്താന്നോ? തിമിംഗലത്തിന്റെ വായിക്കാത്താന്നോ? പറ. കടലാമയുടെ വായിക്കാത്താന്നോ? അല്ല, മീന്റെ വായിക്കാത്ത ദ്രഹ്മ. 2, അത് എപ്പോഴെങ്കിലും കിട്ടുന്ന മീന്റെ അല്ല, ഏറ്റവും ഒടുവിൽ കിട്ടുന്ന മീന്റെ അല്ല, 10 എണ്ണം പിടിക്കുന്നതിൽ 5-ാമത്തെ അല്ല, ആദ്യത്തെ മീന്റെ വായിക്കാത്താണ് ദ്രഹ്മ എന്ന് പറഞ്ഞു. ആമേൻ. അത് ചതുർദ്രഹ്മയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ഇളയ കൊച്ചിന്റെയും നിങ്ങളുടെ 2-ാമത്തെ കൊച്ചിന്റെയും നിങ്ങളുടെ ജോലിയുടെയും നിങ്ങളുടെ ടെൻഷന്റെയും നിങ്ങളുടെ ടാക്സ് അടയ്ക്കേണ്ടതിന്റെയും നിങ്ങളുടെ ഭൂമിയുടെ വിഷയവും നിങ്ങളുടെ വീടിന്റെ വിഷയവും നിങ്ങളുടെ സ്വത്രം ആത്മീയ വിഷയവും സഭയുടെ വിഷയവും ശുശ്രൂഷയുടെ വിഷയവും ഇതെല്ലാം ഇന്ന് രാത്രി വളരെ ആഴമായി അറിയുന്നു എന്നതിനാൽ നമുക്കൊന്ന് കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ എല്ലാ ചോദ്യം ദൈവം കാണുന്നില്ലയോ എന്നാ? ദൈവം അറിയുന്നില്ലയോ എന്നാ? ദൈവം സ്തോത്രം ഇതൊന്നും ഗ്രഹിക്കുന്നില്ലയോ എന്നാ? ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്, ദൈവം ഇതെല്ലാം ഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ ഉടവര ജഗതല വൈഡകരമനദഗനാദഹന്താരകൽ കൗഡാവൽക്കരാധൂമിയ ശാമിയ ദേവനിയ റിവന്തല ഘടമച്ച മാധുര കട്ടി കണ്ടപ്പല മട്ട മുട്ടി മുലച്ചര മാധുരി വേന്തക വൈഡിമി അർമ്മര ജയകക്ഷി അസ്തുര ജഗൽ കടകജനം ജലതിന്റെയൊക്കെ ഹൃദയത്തിനകത്തുനിന്ന് സ്വസ്ഥത എടുത്തു കളഞ്ഞു. മരിച്ചാ മതിയെന്ന് പോലും ചിന്തിപ്പിക്കുന്ന പൈശാചിക ചിന്തകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ മാറിപ്പോകാൻ കൽപ്പിക്കുന്നു. ഇടകലഘടക മനസ്സിടിഞ്ഞ് വേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ കഴിയാതെ വണ്ണം പ്രാർത്ഥനയുടെ അളവ് കുറച്ച് ജീവിതത്തെ ഉടപരജകക്ഷന് ഒതുക്കിക്കളയുന്ന പൈശാചിക മണ്ഡലങ്ങളെ ശാസിച്ചെന്ന് രാത്രിയിൽ ജയമെടുക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുകയാണ്. ഒരുമ്പി അലകാന ധനാതി, നീ ഒതുങ്ങാൻ വിളിക്കപ്പെട്ടവളല്ല, നീ ഒതുങ്ങാൻ വിളിക്കപ്പെട്ടവനല്ല. നിന്നെ ഞെരുക്കാൻ നീ അനുവദിക്കരുത്. ലാബാനും ഏശാവും ഒക്കെ ഉണ്ടാകും, പക്ഷേ വാഗ്ദത്തമുള്ള യാക്കോബേ, നിന്നെ ഞെരുക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ മേലൊരു സ്പെഷ്യൽ കോൾ ഉള്ളത് കൊണ്ട് അവൻ നിന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വഴിയുണ്ടെന്ന് രാത്രിയിൽ ഉടവര ജഗക്ഷാതകസ്ഥന് അവൻ സമയമാകുമ്പോൾ നിന്നെ എത്തിക്കേണ്ട ആ കൃത്യമായ ഡെസ്റ്റിനേഷനിൽ ആ കൃത്യമായ അവസാനത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ഇന്ന് രാത്രിയിൽ യേശു വിശ്വസ്തനാണെന്ന് വിശ്വാസമുള്ളവർ ഒന്ന് സ്വോത്രം പറയാം. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയുന്നു. ഗിദെയോന്റെ തൊഴുത്തിലെ കാളയുടെ പ്രായം ഇളയ കാളയാണെന്ന്, 2-ാമത്തെ കാളയാണെന്ന് അറിയാവുന്ന ദൈവത്തിന് നിങ്ങളുടെ വിഷയം അറിയാം. 2 ചതുർദ്രഹ്മപ്പണമാണെന്നും ആദ്യം കിട്ടുന്ന മീനിന്റെ വായ്ക്കകത്ത് ആണെന്നും സ്വത്രം. ഹല്ലേലൂയ. മീനിന്റെ വായ്ക്കകത്താണെന്നും അത് കടലിൽ കിടക്കുന്ന മീനിനകത്താണെന്നും പുഴയിലല്ല, ആറ്റിലല്ല, കടലിൽ കിടക്കുന്ന മീനിനകത്താണെന്നും അറിയാവുന്ന ദൈവത്തിന് നിങ്ങളുടെ വിഷയങ്ങളെ ഇന്ന് രാത്രിയിൽ അറിയാം. ആമേൻ. സ്വത്രം. അപ്പൊ ഇതിനെ അഴിച്ചോണ്ട് വരാൻ പറഞ്ഞു. അടുത്ത ഒരു ചോദ്യം കൂടെ പറയുന്നുണ്ട്. ആരെങ്കിലും അഴിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയണമെന്ന് പറഞ്ഞു. അതെന്താ പറഞ്ഞേ? ചോദ്യം വരുമെന്നും അറിയാം. പെൺകഴുതയാണെന്നറിയാം, അതിന്റെ കൂടെ ഒരു കുട്ടിക്കഴുതയുണ്ടെന്നറിയാം, ആ കഴുതയ്ക്ക് കെട്ടുണ്ടെന്നറിയാം. അടുത്തത് യേശു പറയാണ് അതിനെ അഴിക്കുമ്പോൾ ചിലർ ചോദ്യം ചെയ്യും. അപ്പൊ യേശുവിന്റെ അറിവ് കണ്ടോ? ഇന്ന് രാത്രിയിൽ നമ്മൾ ആഴമായി തിരിച്ചറിയണം. ചോദ്യം വന്നു, പക്ഷെ കെട്ടഴിഞ്ഞു. കൊണ്ടുവന്നു. കർത്താവ് അതിന്റെ മേൽ ആളുകൾ അതിന്റെ മേൽ തുണി വിരിച്ചു. കർത്താവ് അതിന്റെ മേൽ കയറി. ബാക്കി ഞാൻ കട്ട് ചെയ്ത് പറയുന്നു. അങ്ങനെ ദേവാലയത്തിലേക്ക് ഹോശന്ന പറഞ്ഞ് ജനം ആർത്ത് കർത്താവിനെ ആരാധിക്കുന്ന ഒരാരാധന യെരൂശലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവൻ ഇളകി. ഇവൻ ആർ എന്ന് പറഞ്ഞ് യേശു, പ്രവാചകനായ യേശു എന്ന് പറഞ്ഞ് കർത്താവിന് മഹത്വം കൊടുക്കുക.
അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ നല്ല ഒരു ആരാധന, ഒരാർപ്പ്, അവിടെ ആർപ്പെന്നുള്ള പ്രയോഗമാണ്, ആർത്തുകൊണ്ടിരുന്നു. കർത്താവിന്റെ നാമത്തിൽ വരുന്നവന് വാഴ്ത്തപ്പെട്ടവൻ അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. വെളിപ്പാട് 5:10 അങ്ങനെയാണ്, 14 ഒക്കെ വായിക്കുമ്പോൾ ആമേൻ, അവിടെയും സ്വർഗത്തിലും ആർത്തുകൊണ്ടിരിക്കുകയാണ്. ആരാധന, അത്യുച്ചത്തിൽ ദൈവത്തെ ആർത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി നമ്മളെ ദൈവം വിളിച്ചത് വ്യാകുലത്തിനല്ല, ആർപ്പിടാൻ. നമ്മളെ ദൈവം വിളിച്ചത് നെടുവീർപ്പിടാനല്ല, ആർപ്പിടാൻ. നമ്മളെ ദൈവം വിളിച്ചത് പിറുപിറുക്കാനല്ല, ആർപ്പിടാൻ. നമ്മളെ ദൈവം വിളിച്ചത് ലാഭം ഉണ്ടാക്കാനല്ല, ആർപ്പിടാൻ. നമ്മളെ ദൈവം വിളിച്ചത് സ്വോത്രം 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 ആമെ മാനസികമായി ശാരീരികമായി ക്ഷീണിച്ച് ചുരുണ്ടുകൂടി ആമെ ഒതുങ്ങാനല്ല, ദൈവത്തെ അങ്ങോട്ട് വിശ്വസ്തമായിട്ട് തറവോടെ അങ്ങോട്ട് ആരാധിക്കാനാണ് ദൈവം ഇന്ന് രാത്രി നമ്മെ വിളിച്ചിരിക്കുന്നത്. ആമേൻ. അതിന് ദൃഷ്ടാന്തമാണ് ദാവീദും ആമേൻ സ്തോത്രം മിരിയാമും ഒക്കെ. തപ്പെടുത്ത് നൃത്തം ചെയ്ത് അങ്ങ് ആരാധിക്കണം. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ആരാധനയിൽ ഉഴപ്പണ്ട, ഒരു വിടുതൽ ഉറപ്പാണ്, ഒരു വിടുതൽ ഉറപ്പാണ്, ഒരു വിടുതൽ ഉറപ്പാണ്. ആമേൻ സ്തോത്രം. 2, ആഴമേറിയ 1 ആഴമേറിയ ശുദ്ധീകരണം. എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം. 2 ശക്തമായ ഒരു ആരാധന. മൂന്നാമത്തത് പ്രാർത്ഥനയും അതിന്റെ മറുപടിയുമാണ്. മൂന്നാമത്തേത് പ്രാർത്ഥനയും അതിന്റെ മറുപടിയാണ്. 21:1 മുതൽ 21 വരെയാണ് നമ്മൾ, 22 വരെയാണ് ധ്യാനിക്കുന്നത്. അതിൽ 18 മുതൽ 22 വരെയുള്ള ഭാഗമാണ്. അപ്പൊ കർത്താവും ശിഷ്യന്മാരും കൂടെ ദേവാലയത്തിലേക്ക് പോകുന്ന വഴിയിൽ രാവിലെ കർത്താവിനും വിശന്നു, ശിഷ്യന്മാർക്കും വിശന്നു. ഇത് മർക്കോസ് 11 കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. കാരണം രാത്രി 11 വാക്യം മർക്കോസ് 11:11 നമ്മൾ വായിക്കുമ്പോൾ, അന്ന് രാത്രി ദേവാലയത്തിൽ പോയി ചുറ്റും നോക്കി, അന്ന് തുടങ്ങിയാൽ തീരാത്തത് കൊണ്ട് അന്ന് രാത്രിയിൽ യേശുവും ശിഷ്യന്മാരും കൂടെ നേരെ 3 കിലോമീറ്റർ തെക്ക് ഭാഗത്തുള്ള ബഥാനിയിൽ, മിക്കവാറും ലാസറിന്റെ വീട്ടിൽ കർത്താവ് ശിഷ്യന്മാരും വിശ്രമിച്ചു. അവർ ഗലീലക്കാരാണെന്ന് ഓർക്കണം. വടക്കാണ് ഇവരുടെ ഇപ്പോഴത്തെ താമസം, ശുശ്രൂഷയല്ല. പക്ഷെ തെക്ക് അവർ യെരുസലേമിൽ വരുമ്പോൾ ബഥാനിയയിലാണ് അവർ തങ്ങുന്നത്. അങ്ങനെ ബഥാനിയയിൽ തങ്ങിയിട്ട് രാവിലെ യെരുസലേമിലോട്ട് ഒരു 3 കിലോമീറ്റർ നടന്നു പോവുകയാണ്. ആ നടന്നു പോകുന്ന വഴിയിൽ യേശുവിന് വിശന്നപ്പോൾ അത്തിയെ നോക്കി, അത്തിയിൽ ഫലം കണ്ടില്ല. 12 പേര് വിളിച്ചു പറയാതെ ഒരു വീട്ടിൽ ചെന്നാൽ ആമേ പഴയ കാലമാണ്, ക്ഷാമമുള്ള കാലമാണ്, ആമേ വല്ലതും കാണുമോ, വല്ല കപ്പപ്പുഴുക്കും ഒക്കെ സംഗതി ഉണ്ടെങ്കിൽ ആമേ ഉണ്ടാക്കി കൊടുത്തെന്ന് വരാം. പക്ഷേ ആമേൻ ആ 12 പേർക്കൊന്നും ഡിന്നർ കൊടുക്കാൻ ഒരു പക്ഷെ അന്ന് കാണത്തില്ല. സ്തോത്രം. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഇല്ലയോ എന്ന് അറിയത്തില്ല. യേശുവിന് വിശന്നു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നത്. ശിഷ്യന്മാരൊക്കെ കതിര് പെറുക്കി വയലിക്കൂടെ പോകുമ്പോൾ തിന്നെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നല്ല ഫുഡൊന്നും ഇല്ല, വല്ലപ്പോഴും ഒക്കെ ഉള്ളൂ നല്ല ഫുഡ്. മനസ്സിലാവുന്നുണ്ടേ പറയുന്നത്. അപ്പൊ അങ്ങനെ ആ വിശന്ന് കർത്താവ് അത്തിയെ നോക്കിയപ്പോ അത്തിക്കകത്ത് ഫലമൊന്നുമില്ല. അത്തിപ്പഴത്തിന്റെ കാലമല്ലാഞ്ഞു എന്നാണ്, സീസൺ അല്ലെന്ന് അതിന്റെ അർത്ഥം. സീസൺ അല്ല. പക്ഷെ സീസൺ അല്ലെങ്കിലും അതിനകത്ത് ചില പഴങ്ങൾ കാണണമായിരുന്നു. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അത്തി തളർത്തിട്ട് ഏപ്രിൽ മാസമാകുമ്പോഴേക്കും അതിൽ നന്നായിട്ട് ഫലമുണ്ടാകും. കാറ്റടിക്കുമ്പോൾ ഉണ്ടായ ഫലങ്ങളിൽ ഏറെയും കൊഴിഞ്ഞു വീഴും. ഞാനതിന്റെ ആ പുസ്തകത്തിന്റെ വ്യാഖ്യാനം എഴുതിയിട്ടുള്ളത് കൊണ്ട് എനിക്കതറിയാം, ഞാൻ സ്റ്റഡി ചെയ്തതാണ് ആ വിഷയം. അപ്പൊ അങ്ങനെ കൊഴിഞ്ഞു പോകുമെങ്കിലും കുറച്ച് തലപ്പഴം അതിനകത്ത് നിൽക്കും. യേശു നോക്കിയത് അതാണ്. കാറ്റിന് കൊഴിഞ്ഞു പോകാതെ, സീസൺ അല്ലാത്ത, ഇനി സെപ്റ്റംബർ മാസമാണ് അതിന്റെ സീസൺ. ആ മാങ്ങ പഴുക്കുന്ന കാലം പോലെ, ചക്ക ഉണ്ടാകുന്ന കാലം പോലെ, അത്തി പറിക്കുന്ന കാലം സെപ്റ്റംബറാണ്. പക്ഷേ ഏപ്രിൽ മാസം ആ ടൈമിലാണ് സ്തോത്രം ഇത് നോക്കുന്നത്. ചിലത് കാണണമായിരുന്നു, പക്ഷേ അതും ഇല്ലാതായി പോകും. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഏത് ഞെരുക്കത്തിന്റെ നടുവിലും, ഏത് സീസൺ അല്ലെങ്കിലും നമ്മളിൽ ഒരു ഫലം കർത്താവ് പ്രതീക്ഷിക്കുന്നു. നമ്മളിൽ നിന്നൊരു ഫലം കർത്താവ് പ്രതീക്ഷിക്കുന്നു. അതാണ് അതിന്റെ അർത്ഥം. അതാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ വിശന്ന ആ അത്തിയെ ശപിച്ചു. അത്തി ഉണങ്ങി, വേരോടുണങ്ങി എന്നാ മർക്കോസിൽ നമ്മൾ വായിക്കുന്നത്. അപ്പൊ പത്രോസ് തിരിച്ച് ദേവാലയ ശുദ്ധീകരണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സ്തോത്രം 24 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈ അത്തി വേരോട് ഉണങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പൊ പത്രോസിന് ആശ്ചര്യമായി. വേരോട് ഉണങ്ങിയെന്നാണ് കിടക്കുന്നത്. 24 മണിക്കൂർ കൊണ്ട് അങ്ങനെ വേരോട് ഉണങ്ങത്തില്ല. 12 മണിക്കൂറത്തെ വെയിലും, 12 കാണത്തില്ല, അതിൽ കുറച്ചാണ്.
പിന്നെ രാത്രി തണുപ്പുമാണ്. അപ്പൊ അത് ഏതായാലും വേരോട് ഉണങ്ങത്തില്ല. അപ്പൊ യേശുവിന്റെ വാക്കിന്റെ ശക്തിയാണ് അത് ഉണങ്ങിയത്. അപ്പൊ പത്രോസ് ചാടി വീണ് പറഞ്ഞു, കർത്താവേ, നീ പറഞ്ഞ അത്തി ഉണങ്ങിയല്ലോ എന്ന് പറഞ്ഞു. ഉടനെ കർത്താവ് പറയാണ്, നിങ്ങൾ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പീൻ. അപ്പൊ അത്തി ഉണക്കി എന്തിനാ? അക്ഷരീയമായി 40 ദിവസം യേശു ഉപവസിച്ച ആളാണ്. 40 ദിവസം ഉപവസിക്കുന്ന ആളിന് ഒരു നേരം ഭക്ഷണമില്ലാതെ വന്നാലൊന്നും പിന്നെ ക്ഷീണിക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ അത്തി ഉണക്കിയത് ഈ ശിഷ്യന്മാരെ വിശ്വാസം പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ശിഷ്യന്മാരെ വിശ്വാസം പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ആമേൻ, സ്തോത്രം. അതിന്റെ അർത്ഥം ഇതാണ്. എന്നിട്ട് കർത്താവ് അവരോട് പറയാണ്, നിങ്ങൾ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പീൻ. എന്നിട്ട് പറയാണ്, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോകാൻ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും, അങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ മല പോലുള്ള വിഷയങ്ങളിൽ സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാൽ ഈ അത്തി ഞാൻ പറഞ്ഞ വാക്കിനുണങ്ങിയതുപോലെ നിങ്ങൾ പറഞ്ഞാലും അത്തി ഉണങ്ങുമെന്നാണ് യേശു പറഞ്ഞത്. മനസ്സിലാവുന്നോ? ആ വചനത്തിന്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ നീ ശിഷ്യനാണെന്നും പറഞ്ഞ് എൻ്റെ കൂടെ നടന്നാ പോരാ. പിന്നെന്ത് ചെയ്യണം? ശിഷ്യനൊരു അധികാരമുണ്ട്, ശിഷ്യനൊരു അഭിഷേകമുണ്ട്, ദൈവവൈദ്യൊരു അധികാരമുണ്ട്, ദൈവവൈദ്യൊരു അഭിഷേകമുണ്ട്. നമ്മൾ സ്വത്രം നമ്മളെ ഉണക്കാനല്ല നമ്മൾ അനുവദിക്കേണ്ടത്, നമ്മൾ ചിലതിനെ ഉണക്കണം. നമ്മളെ ബന്ധിക്കാനല്ല നമ്മൾ അനുവദിക്കേണ്ടത്, നമ്മൾ ചിലതിനെ ബന്ധിക്കണം. നമ്മളോട്, നമ്മുടെ വാക്കിന്, നമ്മുടെ അഭിഷേകത്തിൽ നിറഞ്ഞുള്ള വചനത്തിന് ഒരു അധികാരമുണ്ട്. അതിനാൽ ചിലത് ശാസിക്കപ്പെടണം. ഇന്ന് രാത്രി മല പോലെ നിൽക്കുന്ന ചില വിഷയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ മുൻപിൽ നിന്ന് മാറിപ്പോകണമെന്നാണ്. മത്തായി 17 യേശു പറഞ്ഞ, കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങി ചാടിപ്പോകാ എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. സ്വതന്ത്രം. മോന്റെ വിഷയം മല പോലെ തോന്നും, മകളുടെ വിഷയം മല പോലെ തോന്നും, ആമേ, കാശിന്റെ വിഷയം മല പോലെ തോന്നും, സ്തോത്രം, രോഗത്തിന്റെ വിഷയം മല പോലെ തോന്നും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ശ്രദ്ധിക്കണേ, ആമേൻ. അത് ഏത് രാജ്യത്ത് നിന്ന് ഉള്ളവർക്കായാലും അങ്ങനെ തോന്നും, സ്വാഭാവികമാണ്. ആമേൻ, സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി, ആമേൻ, അതിനെ നമ്മളൊന്ന് സമഭൂമിയാക്കാൻ പോവുക. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ ആത്മാവിൽ? വിഷയം നിങ്ങളുടേത്. നിങ്ങൾ മല പോലെ കാണാതെ, സെരുബാബേലിന്റെ മുൻപിലുള്ള മഹാപർവ്വതമേ, നീ ഹു ആർ യു? ഈ പർവ്വതം ആരാണ്? രാജാക്കന്മാരാണ്. ആമേൻ. ഈ പർവ്വതങ്ങളെ ദൈവം ശാസിച്ചു. ആരുടെ കൈ കൊണ്ട് അടിസ്ഥാനമിട്ടോ അവന്റെ കൈ കൊണ്ട് അത് തീർത്തു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ മല പോലുള്ള ചില തലമുറയുടെ വിഷയങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കരമൊക്കെ ഒന്ന് തട്ടി ആത്മനിറവിൽ ഈ ദൂരം ഏറ്റെടുക്കുക. ഒരു നല്ല ശുദ്ധീകരണം വെളിപ്പെടട്ടെ. 2, നല്ല ഒരു ആരാധന, ആർപ്പ് വെളിപ്പെടട്ടെ. വിടകാല രകൽക്കടകസ്യ 3, ആമേൻ. ഇത് 2 കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയുണ്ട്. യേശു പറയുകയാണ്, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് എന്ത് യാചിച്ചാലും അതിന് മറുപടി വെളിപ്പെട്ടു വരും. മടകത്തുല ഗന്തുല കാടിക രമ്പന ദേവന അമ്പച്ചിരയൻ തട്ടപ്പറയം മലയം തൂരി കരിത്ത മല്ല് മുലുത്തു രേഖ തീലം പാലം വേദമടക്കര മാധുരി കർത്തര കഞ്ചല കട്ടിക ഡിഞ്ചര വൈശം ജഗതം ജഗതം പടകം പലകം തേകം തിപാന്തരം പരിത്തോന കടുമുടിയ മൂരത്തുലുമി കാടാമെട്ടി മരത്ത് വീതി വീലിച്ചേത് ചതമ്പടക വേഷക സ്തമരക്ഷര സന്തരാധരഘടകശിയ ശമരിയുടെ പടിവാതിക്കൽ നാളെ ഈ നേരത്ത് ഒരു ശേക്കലിന് 2 സയായവും 2 സയ ഗോതമ്പുമാവും വിൽക്കുമെന്ന് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നതുപോലെ, ക്ഷാമം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ അത്ഭുതം നടന്നതുപോലെ യേശുവിന്റെ നാമത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കുമെന്ന് പരിശുദ്ധാത്മാവ് തൂതു പറയുന്ന രാത്രിയിൽ ആഴമായി നമ്മളൊന്ന് വിശ്വസിക്കട്ടെ. ഷാബാര തലമുറയെ പുഴുങ്ങി തിന്നുമ്പോഴെങ്ങനെയാണോ ഒരു സയ, ഒരു ശേക്കലിന് 2 സയ ഗോതമ്പമാവ് കിട്ടുന്നത്, തലമുറയെ പുഴുങ്ങി തിന്നുകയാണെന്ന് ഓർക്കണം. കഴുതത്തലയ്ക്ക് 80 വെള്ളിക്കാശാണ്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ആത്മാവ് നമുക്ക് വേണ്ടി ചിലത് ചെയ്യും.
ആമേൻ. ഒരു വാചകം കൂടെ ഞാൻ പറയുന്നു. ദൈവത്തിന് സ്ഥലം ഒരു വിഷയമല്ല, പ്ലേസ് ഒരു വിഷയമല്ല. ആമേൻ, സ്തോത്രം. ആമേൻ. 2, ദൈവത്തിന് സമയം, ടൈം ഒരു വിഷയമല്ല. 3, ദൈവത്തിന് ആമേൻ എണ്ണം, നമ്പർ വിഷയമല്ല. ആമേൻ. 1, പ്ലേസ് വിഷയമല്ല. 2, ടൈം വിഷയമല്ല. 3, നമ്പർ വിഷയമല്ല. അതാണ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച വിഷയത്തിനകത്ത് ദിസ് പ്ലേസ് ഈസ് ഡിസോലേറ്റ്. ഇത് മരുഭൂമിയാണ്, ഡിസർട്ടാണ്. ആമേൻ. 2, നേരം വൈകി. ആമേൻ, സ്തോത്രം. ടൈം ഈസ് ഓവർ, നേരം വൈകി. ഇവിടെ പറയുന്ന പ്രയോഗമാണ്. 3, ആമേൻ, പുരുഷാരമാണിത്, ബഹുപുരുഷാരം. പക്ഷെ ഈ 3 വിഷയത്തെയും ഓവർകം ചെയ്യാൻ ദൈവത്തിന് കഴിയും. മനസ്സിലാകുന്നുണ്ടോ? 3 വിഷയം. പ്ലേസ് വിഷയമല്ല ദൈവത്തിന്. കാരണം മരുഭൂമിയിൽ ദൈവം ഇറങ്ങി, പത്മോസിൽ ദൈവം ഇറങ്ങി, കാരാഗ്രഹത്തിൽ ദൈവം ഇറങ്ങി. പ്ലേസ് വിഷയമാണോ ദൈവത്തിന്? അല്ല. നടുക്കടലിൽ ദൈവം ഇറങ്ങി, സിംഹക്കൂട്ടിൽ ദൈവം ഇറങ്ങി. ദൈവത്തിന് പ്ലേസ് വിഷയമല്ല. 2, അർദ്ധരാത്രിയിൽ ആമേൻ ദൂതൻ ഇറങ്ങി. അപ്പൊ സമയം വിഷയമാണോ ദൈവത്തിന്? പറഞ്ഞേ. സമയം വിഷയമല്ല, അർദ്ധരാത്രിയിൽ ഇറങ്ങി. 4-ാമത്തിൽ ആമേൻ മിസ്രയീമ്യരുടെ ആമേൻ രഥത്തിന്റെ ചക്രങ്ങളെ ഉരുട്ടി. 4-ാമം ദൈവത്തിന് വിഷയമാണോ? അല്ല. സ്തോത്രം. 3, എണ്ണം. 20,000 പേരോളം ഉണ്ടായിരുന്നു. എണ്ണം ദൈവത്തിന് വിഷയമല്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ നമ്മുടെ മുമ്പിലുള്ള എണ്ണങ്ങളോ, നമ്മുടെ മുമ്പിലുള്ള റിമോട്ട് പ്ലേസുകളോ, നമ്മുടെ ഇടയിലുള്ള ടൗണുകളോ, മുനിസിപ്പാലിറ്റിയോ, കോർപ്പറേഷനോ, ഗ്രാമമോ, ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല, എണ്ണം വിഷയമല്ല. ദൈവത്തിന്റെ വലിപ്പം ഇന്ന് രാത്രിയിൽ നമ്മുടെ അകത്തൊന്നുകൂടെ കയറി നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. ആത്മാവിൽ ഇടകതര ജലാതി കണ്ടകൽ കൗടി കാവല തേരം പരത്ത മുടിക മുച്ചര മുത്തര മട്ടി ആനത്തേരം കേത് പേടും മാന് തീരി വാതി വേന്ത ലേഖടി മനാദി. എല്ലാവരും ഒന്ന് ആത്മാവിൽ സമർപ്പിച്ച അടലഘടകച്ചകരസ്ഥരക്ഷരാധികാരസ്യ സുരേഷ് എന്ന ഡിവൈസിൽ ഇരിക്കുന്ന ആളിനോട് ആത്മാവ് ഇടപെടുന്നത്. കഴിഞ്ഞ നാളുകളിൽ നീ കരഞ്ഞതും പ്രാർത്ഥിച്ചതും കണ്ണുനീരൊഴുക്കിയതുമായ വിഷയങ്ങൾക്ക് അറുതി വരുത്തി ഉടപരകഥന ചോദ്യങ്ങൾക്ക് മറുപടി എന്നതുപോലെ ഈ ആണ്ടിൽ ഞാൻ നിന്റെ മുഖം ഉയർത്തും. ഘടകജന ഘടകഞ്ചലാരകനാരകൽ ഘടക മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്നാണ് നിന്റെ ചോദ്യം. എന്നാൽ ആത്മാവ് പറയുന്നു, അവർ ജീവിച്ചു. ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നതുപോലെ നിന്റെ മുൻപിലുള്ള വിഷയങ്ങളിൽ നീ നിവർന്നു നിൽക്കാൻ പോകുകയാണെന്ന് ദൈവാത്മാവ് പറയുന്നു. നിന്റെ മുൻപിലുള്ള വിഷയങ്ങളിൽ നീ നിവർന്നു നിൽക്കാൻ പോകുകയാ. ചടനഘടക ജനാധികന, നിനക്ക് വിരോധികളുണ്ട്. ഉലമുലകത്തുരം മച്ചവേദനം കട്ടികിട്ടം പടപക്ഷകസ്തരാജനാദി. എന്നാൽ അവരുടെ വിധിക്കും അവരുടെ വിലയിരുത്തലിനും ഞാൻ നിന്നെ വിട്ടുകൊടുക്കത്തില്ല. അവരുടെ മുൻപിൽ ഉടവരകസ്ഥന ഞാൻ നിന്നെ വിളിച്ചു എന്നും അഭിഷേകം ചെയ്തെന്നും ആക്കി വെച്ചെന്നും തെളിയിക്കുന്ന ദിവസങ്ങളാണ് മുൻപിൽ വരാൻ പോകുന്നത്. കടലകടികാര കന്തുന ധീന ധീയ ധീയ ധേര ധോല ഹാഡുമി ഹർമി ഹച്ചി ഹത്ത് കണ്ട് വിച്ചു പത്തുനത്തലത്തരമജാസിയാദം. ഈ ആണ്ടിൽ 10-ാം മാസം ലാൻഡ്മാർക്ക് പോലെ നീ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളിൽ വിടുതലുണ്ടാകും. അരേ വരന്തി രാഗി മടാ ദിന ജഗ, നിനക്ക് ലഭിക്കേണ്ട ന്യായമായ ചില അവകാശങ്ങളുണ്ട്. എന്നാൽ അതിനകത്ത് തുട്ടം കൈവച്ചിട്ടുണ്ട്. അടാരകജനതകനം. എന്നാൽ ആ കൈ ഞാൻ മാറ്റും. അന്തേ രകത്തെ മട്ടേമിലത്ത മുലത്തരോജിയ താരാമിരക്കം ദുലഘടകം. നിനക്ക് അനുകൂലമായി ചില വിധികൾ വരും. ചില എഴുത്തുകുത്തുകൾ നിനക്ക് അനുകൂലമായി വെളിപ്പെടും. ചില രേഖകൾ നിന്റെ കയ്യിൽ വരും. ഉടകരക സന്തര ക്ഷരപ്പന വാദകന്തി ഘട്ടം ഇച്ചരകന്ധരക്ഷരജകസ്തര. ക്ഷമയോടെ നീ പ്രാർത്ഥിച്ചു, വിശ്വസിച്ചു പ്രാർത്ഥിച്ചു. മലപോലെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന വിഷയങ്ങളെ ഞാൻ ശാസിക്കും. ഉടബല ജകരം ധരം പീരം പാദം പാരം ജാന ധീരദാന. ആരോട് പകവയ്ക്കണ്ട. എതിരാളികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചോളാൻ ആത്മാവ് പറയും. ഉടബലകസ്ഥര, നിന്നെ ശപിച്ചവർ തന്നെ ഉടബലകഥന കാണത്തക്കതുപോലെ ഞാൻ നിന്നെ അനുഗ്രഹമാക്കി വയ്ക്കും. ഘടകജന ഘടക ക്ഷമനം ധീരം താരം താരം ദാന. നീ തന്നെ ചുമക്കുന്ന ചില ചുമടുകളുണ്ട്. ഇന്ന് അതിനാരും പങ്കാളിയാകുന്നില്ല. പക്ഷെ ആത്മാവ് പറയുന്നു,
ഉടവരഹസ്തരാധികന്താരഹന പൗഡി വേഷഹസ്തരാധിയാന. എന്റെ കരം നിനക്ക് അനുകൂലമായി ചലിച്ച് ഉടവരഹസ്തന ചില റിമാർക്കുകളെ തിരുത്തി, ഉടവരഹസ്തന ഞാൻ നിനക്ക് ചില മാർക്കിട്ട് നിന്റെ മുഖമാദരിക്കും. യഹോശാഫാത്തിനെ പോലെ ഈ ദിവസങ്ങൾ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്തു. പ്രവർത്തിപ്പാൻ എന്റെ കരം കൂടെയുണ്ട്. അടി അട്ടാലി കാട്ടിമൂട്ടും ആല കുടുമി കട്ടി കഞ്ചി വിച്ച പത്ത് വെട്ടുലങ്കടിപ്പരമത്തുലച്ചരസ്തരാധിയാനം ജിഹാന്തിയാ മലത്തുരു ധനേ ദേഹലോടിയാ മലസ്യാനാദിയാന ഉടകംബരാജാരക്ഷാദിയാരസാരഗന്ധര ജലഘടകസ്യസ്തരൻ അല്ലംബരവജല ധീരജാരഹസ്തരാജനാദി ഘടകസ്യാന. ഗാലക്സി A13 ആന്റിയോട് ആത്മാവ് ഇടപെടുന്നത് അരത്തോൽമൈറ്റി റാഗിമി നേസ്യാലാന്തിയാറാക്കാനാസിയാദനാദി ഉടപരകരാരകതലഘടകസ്യ. 2 വിടുതലുകൾ നിന്റെ ഭവനത്തിൽ നടക്കണം. അതിനുവേണ്ടി ശക്തിയോടെ പ്രാർത്ഥിച്ചോളൂ. ജഡമിടകഥന 1 ശാരീരിക മണ്ഡലം, ഉടകൽ കപരം ധീരം ധിരകത്തരജഗന്ധം. 2 സാമ്പത്തിക മണ്ഡലം. ഈ 2 മണ്ഡലങ്ങളിൽ നീ പ്രാർത്ഥിക്കുന്ന വ്യക്തികളും വിഷയങ്ങളുമുണ്ട്. ഈ 2 മണ്ഡലങ്ങളിൽ ചില വിടുതൽ ഞാൻ അയക്കും. ധാരബലഗോത്തരാജികാതരം ജാനകസ്ഥനം. 4-ാം മാസം കഴിയുമ്പോൾ ചില ദിനങ്ങൾ ഭാഗ്യമായി ഉപസിച്ചു പ്രാർത്ഥിക്കണം. ഉടപാരകസ്തരാധകന തലമുറകളുമായി ബന്ധപ്പെട്ട് നടക്കേണ്ട ചില വിടുതലുകളുണ്ട്. കൂട്ടാളിയുമായി നടക്കേണ്ട ചില വിടുതലുകളുണ്ട്. യുധംവേദകഥം പുടംബരംബ ദൂരമക്ഷ സ്യാന്ത രാജിലെ കേമന ജനാസ്യാദന രകക്ഷക സ്യാന്തനാ. നിന്റെ ഉള്ളിൽ ചില ഭാരങ്ങൾ നിൽക്കുക, അത് മാറിപ്പോകണം. അതിനെ ശാസിച്ച് നീ പ്രാർത്ഥിക്കണം. മല പോലെ നിൽക്കുന്ന ചില വിഷയങ്ങൾക്ക് മറുപടി വെളിപ്പെട്ടു വരാനുണ്ടെന്ന് ആത്മാവ് ദൂത് പറയുക. നീ വാഗ്ദത്തം കേട്ടവളും വിടുതൽ അനുഭവിച്ചവളുവാ. പക്ഷെ ഇപ്പോൾ ചിലത് മല പോലെ നിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. എന്നാൽ ആത്മാവിൽ നീ പ്രാർത്ഥിച്ച് ബലപ്പെട്ടാൽ ചില നിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുമെന്ന് ഇന്ന് രാത്രിയിൽ ആത്മാവ് കൂടി ഊജാതി അതാര ഹമാജ നദാല ദേവാന്തര ദിവൽപൗഡ വിജയ് ബ്രദറോട് ആത്മാവ് ഇടപെടുന്നത് ഉടകഷകര ധീരജാല കക്ഷകത്തര ജനാതി രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുതായിട്ടില്ല എന്ന വചനം ആത്മാവ് ഇടപെടുകയാണ്. അജം തര ജഗത്തന. ചിലതിന് ഞരമ്പും മാംസവും തൊക്കും പിടിക്കാനുണ്ട്. അത് പിടിക്കേണ്ടതിന് പ്രാർത്ഥിക്കണം. ഉദ്ദേശിച്ചതുപോലെ ചിലത് സഫലമാകാതെ കുഴച്ചു കളയുന്ന, അതിന് ചരട് വലിക്കുന്ന ചില വ്യക്തികളുണ്ടെന്ന് ആത്മാവ് പറയും. അണ്ടമിണ്ടരം കട്ടിഘട്ടം പനച്ചുരൽ തരം മടി വിധ കരികില കതുല ഘടകജരാധികനസ്യാദന. ചില സ്ത്രീ ശബ്ദങ്ങളും ശക്തികളും ലക്ഷ്യങ്ങളെ തകർക്കാൻ ചരട് വലിക്കുന്ന മേഖലകളും അതിനെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിച്ച് ശാസിക്കും. ദിരുംബിയാപദം തോരകതരം. നല്ല ലക്ഷ്യങ്ങളും നല്ല പ്രവർത്തികളും അതിൻ്റെ നിലകളിൽ വന്ന് ചിലതതിൻ്റെ ഭാവിയിൽ പൂർണ്ണതയിലെത്താതെ അതിനെ ഉടച്ചു കളയുന്ന പൈശാചിക പോരുകൾ. ചക്കുമത്തം മട്ടുമിലം തുരം തരകടകഞ്ചരത്തിന് പതുനി പടക്കം. പടക് ശൂന്യമാക്കുന്ന വ്യാപാരങ്ങൾ. ധീരാമലജനകളുടെ സാമ്പത്തിക വിഷയത്തിനകത്ത് കല്ലുവാരിയിടുന്ന മണ്ഡലങ്ങൾ. ജലം പടിഘോരം പാരവീത കട്ടുമല ചുരകതനം കടക ശമനം ജനകസ്ഥര ചരന്തരം ജനാതി ഘടക ദീപന്തര. ചോർച്ച വരുത്തുന്ന പോരാട്ടങ്ങളെ ശാസിച്ച് പ്രാർത്ഥിക്കണം. ഉടകന്തര ജഗൽക്കടകജന. നിന്റെ അധ്വാന ഫലം നീ തിന്നും, നിനക്ക് നന്മ വരും എന്ന് എന്റെ വചനത്തിൽ വായിക്കുമ്പോഴും ഘടകരകസ്ഥന അത് അതുപോലെ വെളിപ്പെടാതെ ആമേൻ മിഥ്യാന്യരും അമാലിക്കരും കിഴക്കദേശക്കാരും വന്ന് ഇവര് വിതയ്ക്കുന്നത് കൊയ്തുകൊണ്ട് പോകുന്നത് പോലെയുള്ള പോരുകളുണ്ടെന്ന്, നന്മയെ അപകരിക്കുന്ന ശത്രു ഉണ്ടെന്ന് ആത്മാവ് പറയും. ഘടകാതലങ്കന്തലകണ്ടി ഘടകം ചാരത്തീരം ഭാരക വേദകഴമ്പം. ഇംഗ്ലീഷ് ലെറ്ററിൽ ടി എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ആളിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ടി. ഉടകബലര കഥല. രാത്രിയുടെ യാമങ്ങൾ ഉണരണം. അലാറം വെച്ച് ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കണം. ദുഷ്ടന്റെ തീയമ്പുകളെ ഞാൻ കെടുത്തും. വിശ്വസിച്ച് ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്ക്. മലപോലെ നിൽക്കുന്ന വിഷയങ്ങൾക്ക് പരിഹാരം ആത്മാവ് അയക്കും. ഉടവരകന്ധര ജീക ശംഭരാജപനാസി ഏൽപ്പിക്കട്ട പ്രവർത്തിപ്പാനുകാരും കൂടെയുണ്ട്. ഉടാലമോചമോദ രാജവാച ഗീതകാരി മേര തോന ജാഥ. സാപങ്ങളോട് ആത്മാവ് ഇടപെടുന്നത് അല്പം കൂടെ പ്രാർത്ഥിക്കട്ടെ.
ചിലത് പോസിറ്റീവായി നന്മയ്ക്കാക്കിയും മാറ്റി മാനിക്കുന്ന മണ്ഡലങ്ങളുണ്ട്. ഉടവര കഷകസ്ഥരക്ഷര നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും എന്നുള്ളത് എൻ്റെ വചനമാണ്. അടത്തി അഭി ആരത്തി അകലമട്ട കിട്ടം പച്ച രാതി ഘടകക്ഷന ചിലത് ഉദ്ദേശിച്ചതുപോലെ നടക്കാതെ വരുമ്പോൾ മനസ്സിൽ ടെൻഷൻ വേണ്ട. ചിലത് ഞാനായി തന്നെ അടയ്ക്കുന്നതും തടയുന്നതുമുണ്ട്. അത് പിന്നത്തേതിൽ അതിന്റെ മഹത്വം മനസ്സിലാകത്തുള്ളെന്ന് ആത്മാവ് നൂറ് പറയുന്നു. ഉടകഞ്ചല ഘടകക്ഷക സ്ഥരക്ഷര പല മധുര കാടി കാത ഊത ഗീതി കേന്ത കേലമടകച്ചരാധികനാസിയാതാമാന ജൂഡാബന്ധര ജഗനാഥകന്ധര ദുഷ്ടൻ വിതയ്ക്കുന്നതൊന്നും നടക്കത്തില്ല. ആത്മാവിന്റെ ചില പ്രവൃത്തികൾ ജീവിതത്തിലും ശുശ്രൂഷകളിലും നന്മകളിലും തലമുറകളിലും വെളിപ്പെട്ടു വന്ന് മാനിക്കാനുണ്ടെന്ന് ആത്മാവ് പറയുന്നു. ഇടകന്ധന ചില ക്രയവിക്രയങ്ങൾക്ക് വേണ്ടി ശക്തിയോട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കട്ടെ. അലംബര ജല കെട്ടുകൂട മച്ചകസ്തുരക്ഷരജഗസ്തരാധനാദി ചില പ്രാർത്ഥനയുടെ മറുപടി ലൂക്കോസ് 1:13 പോലെ ആത്മാവ് ഈ ദിവസങ്ങളിൽ അയക്കും. അലകന്തല ഘടകഞ്ചല ഹസ്തലക്ഷരകഥനാദി നഷ്ടങ്ങൾ വരാൻ ദൈവാത്മാവ് അനുവദിക്കത്തില്ലെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. അട്ടിവിട്ട മല തുരകഞ്ചര ഘടകട്ടകര സരാധാര മനാദന ഉടവൽക്കരകഥന ആത്മാവിന്റെ ചില നടത്തിപ്പുകളും നിയോഗങ്ങളും ഇനിയും വെളിപ്പെട്ടു വരും. ഘടകജല ഘടകജനാദി ധീരവചന ഈ ദിവസങ്ങളിൽ മനസ്സുകൊണ്ട് ഭാരപ്പെടേണ്ട. എൻ്റെ കരുതലുകൾ ഉണ്ടാകും. അവൻ നിങ്ങൾക്കായി കരുതുന്നതായാൽ നിങ്ങൾ സകല ചിന്താവിലും എൻ്റെ മേൽ ഇട്ടുകൊണ്ടിരുന്ന വചനം പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ദിരിതീലാദി രീതാല കത്തുലാധികാരി ഗാന സീമ സിയാന്തിയ വൈഡമന ജനാത്തി അട്ടാവി ലേപട്ടി കൽമൗടി കറവക്ഷ കസ്തര ജനാദി സിമിയോട് ആത്മാവ് ഇടപെടുന്ന നടകന്തര ജരാത ഗക്ഷകരാത ബല രീകജല പൗഡപാന പാമ്പിനെ പോലെയുള്ള ബുദ്ധി ഈ ദിവസങ്ങൾ ഉപയോഗിക്കട്ടെ. ഇടവൽ കടകതന പ്രാവിനെ പോലെ ആയിരിക്കട്ടെ. ഞാൻ നിന്റെ വഴികളിൽ ഉടവര കക്ഷകസ്തരാജരാതി വഴിയുടെ കുറവ് തീർത്ത് നടത്തുമെന്ന് ആത്മാവ് ദൂത് പറയും. ഇടകരകഥന ഞാൻ നിന്റെ അരയ്ക്ക് ശക്തി പകരും. 18-ാം സങ്കീർത്തനം നീ വായിച്ചു ബലപ്പെടണം. 18-ാം സങ്കീർത്തനം പോരാട്ടങ്ങൾ ഒന്നിനു പുറകെ ദാവീദിന് നേരെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെയെല്ലാം അവൻ അതിജീവിച്ചതാണ് എന്നാണ് എൻ്റെ വചനം. ആയാൽ ഇടകൽ അലക്കി ആമി ഓരമ കാനിമി കടുമി കർമ്മി കഥനം വചനം വായിച്ച് നീ ധ്യാനിക്കണം. അതിൻ്റെ മേൽ കൈവയ്ക്കണം, പ്രാർത്ഥിക്കണം, സ്വത്രം പറയണം. നിന്റെ പ്രതികൂല കാറ്റുകൾ മഞ്ഞുരുകി മാറുന്നത് പോലെ മാറും. വീടമ്പാട് കോടകഥന നിന്റെ തലമുറകളിൽ ഓരോന്നിലും എൻ്റെ കരുതലുകൾ കാണും. അരകക്ഷവസ്തര ക്ഷരപരാധന സലോഭഗാദിന്റെ പുത്രിമാർക്ക് അവകാശം കൊടുത്തതുപോലെ ഞാൻ നിന്റെ പെൺതലമുറകൾക്ക് അവകാശങ്ങൾ നൽകി മാനി. കെട്ടുമോ ചാട്ടുമോ ചെയ്തുമീ ചേമിരി തേരി പടുക്കി മിരുത്തന ചിലത് കണ്ടിട്ട് കാണാതെയും ചിലത് കേട്ടിട്ട് കേൾക്കാതെയും പോകുന്ന കർത്താവിന്റെ ദാസനെ പോലെ അന്ധനാർ, അവനെ പോലെ ചെകിടനാർ എന്ന വചനം നീ ആഴത്തിൽ ഏറ്റെടുക്കാൻ ആത്മാവ് തൂന്നു പറയും. മുട്ടിമുട്ടം മലകട കഞ്ച കട്ടി ആരജാന ദാവീദ് ആഗീഷിന്റെ മുമ്പിൽ ബുദ്ധിഭ്രമം നടിച്ചു നിന്നു. ഇടകരകസ്ഥന അത് ബുദ്ധിയായിരുന്നു. ബുദ്ധിഭ്രമം നടിച്ചതാണ്. അത് ബുദ്ധിയോടെ അവൻ ചെയ്തതാണ്. ഇടകര ഗജന ഘടകച്ചര ധനാദി ആന്തല്ലേക്ക മേല തുനുമി കൽമി കടമച്ചര ജഗതന 2ാമത്തെ തലമുറയോർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കട്ടെ. പഠനവുമായി ബന്ധപ്പെട്ട ദൈവപ്രവർത്തികൾ വഴിത്തിരിവുകൾ അവരുടെ ജീവിതത്തിൽ ആത്മാവ് ഒരുക്കും. അതറിയപ്പെടാത്ത നിലകളിലുള്ള മാന്യതകളായി മാറും. ശക്തിയോട് ആത്മാവിൽ പ്രാർത്ഥിച്ചു. എൻ്റെ കരുതലുകൾ ഉണ്ടാകും. ഏൽപ്പിക്കട്ടെ, പ്രവർത്തിപ്പാൻ കാര്യം കൂടിയാണ്. ഡംബല ജപന ഡബന റഗാദി ഓ ദാ റോ ല സോ റബാനാദിയ റബാനാദിയ സോജൻ തോമസിനോട് ആത്മാവ് ഇടപെടുന്നത് ഇടകമ്പരച്ചര ധീരജഗനാദിയാന മകനെ ചില ബ്രാക്കറ്റ് പീരീഡുകൾ ഞാൻ അനുവദിച്ചതും അനുവദിക്കുന്നതും ഒന്നും തിന്മയ്ക്കല്ല. ഉടപാര കഷകസ്തര ക്ഷരപ്പല കതുന കടകൽ കമന ദുനാര ഗന്ധര ജഗന്ധരം ചെങ്കടൽ കഴിയുമ്പോൾ യോർദാൻ കഴിയുമ്പോൾ എരിഹോ. എന്നാൽ ഇതൊന്നും ബലപ്പെട്ട് നിന്നില്ലെന്നുള്ളത് എൻ്റെ വചനം. എരിഹോ കഴിഞ്ഞപ്പോൾ രാജാക്കന്മാർ 31 അത് യോശുവയുടെ മുമ്പിൽ നിന്നില്ല. പോരാട്ടങ്ങളുണ്ട്, പക്ഷെ ഒന്നും അടിസ്ഥാനപരമായി സ്ഥിരമായും നിന്റെയും തലമുറകളുടെയും മുമ്പിൽ നിൽക്കത്തില്ല. എന്നാൽ ചെങ്കടൽ നിന്നതായി തോന്നി. ഉടവരകസ്തന യോർദാൻ കലങ്ങിമറിയുന്നതായി തോന്നി. എറിഹോവ് വലിയ മതിലായവർക്ക് തോന്നി. ഇടകരകഥന സീഹോനും ഓഗും ഒക്കെ വലിയ ശക്തിയായി തോന്നി. അതെല്ലാം ഇസ്രായേൽ ജനത്തിന്റെ മുൻപിലുള്ള കഠിനമായ
ഇടവരകസ്ഥന പോരാട്ടങ്ങളായിരുന്നു. എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ചാണ് അവർ വാഗ്ദത്ത ദേശത്തെത്തിയത്. അതുപോലെ നിന്റെ തലമുറകളെയും സമയമാകുമ്പോൾ ഞാൻ വാഗ്ദത്ത ദേശങ്ങളിൽ എത്തിക്കും. ഉടവരകസ്ഥര കത്തിക്കട്ടു മലത്തുരഗന്ധം കട്ടിക്കാരും. ആവർത്തനം 8:3 ആത്മാവ് ഇടപെടുന്നത്. ഞാൻ നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയാനായി ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെ നീ ഓർക്കണം എന്നതുപോലെ ചില താഴ്ത്തി പരീക്ഷിക്കുന്നത് അഭ്യസനത്തിന് വേണ്ടിയാണ് എന്ന് ദൈവാത്മാവ് ദൂത് പറയുന്നു. ഉടിവ ഉലക ഉദര ഉടകതന പറയുന്നത്, മകനെ അവസാനമെല്ലാം നന്നായിരിക്കും. ചുടിവര ചകട്ടിയാണ് ഇപ്പോൾ നിന്നെ അളക്കുന്നവരും നിന്റെ തലമുറകളെ അളക്കുന്നവരുമുണ്ട്. പക്ഷേ ഉടവരകസ്തര ജഗരാധഹന്തരാധന ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും ദൈവം കാണിക്കുന്ന സമയം വരുന്നുണ്ട്. അതുകൊണ്ട് നീ ഭാരപ്പെടരുത്, പ്രാർത്ഥിച്ച ആത്മാവിൽ നീങ്ങിയാ മതി എന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ഇന്ന് രാത്രിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. അമ്മ വിൽപാസ്റ്റർ ലീഡ് ചെയ്താട്ട്, വിജയ് വിൽപാസ്റ്റർ ലീഡ് ചെയ്ത് പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചാട്ട് അറിയിക്കുന്നു. ഒരു ശുദ്ധീകരണം നമുക്ക് ഏറ്റെടുക്കാം. ഹല്ലേലൂയ, ഒരു ആരാധന ഏറ്റെടുക്കാം. പ്രാർത്ഥനയ്ക്കുള്ള മറുപടി ഉണ്ട്. പറഞ്ഞു, അൺമ്യൂട്ട് ചെയ്യ്. വളരെ ശക്തിയോടെ നമ്മുടെ നടുവിൽ കർത്താവിന്റെ ദാസനെ ഉപയോഗിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. വചനത്തിന്റെ ആഴമായ അന്തസത്യങ്ങളെ ഗ്രഹിക്കുവാനും അതിന്റെ പൊരുളുകളെ നമുക്ക് വളരെ ശക്തമായി വെളിപ്പെടുത്തി തരുവാൻ ദൈവത്തിന് നമ്മളോട് പ്രസാദം തോന്നി. കർത്താവ് തനിക്ക് കൊടുത്ത ആ ദൂതുകൾ ഇന്ന് രാത്രിയിൽ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുവാനിടയായി. അതിനുശേഷമായി ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി പേര് ചൊല്ലി വിളിച്ച് അവരനുഭവിക്കുന്നതായ വിധകളും അവിടെ മാനസികമായ ഭാരങ്ങളും ഇതിൻ്റെ പിന്നിലുള്ള ദൈവികമായ പ്രവൃത്തികളും ഒക്കെ ദൈവാത്മാവ് കൃത്യമായി ഇന്ന് രാത്രി നമ്മളോട് സംസാരിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. നമ്മളെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കാം. കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങളിപ്പോൾ കേട്ട വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടട്ടെ, ആരാധനയിൽ ആക്കം കൂട്ടട്ടെ, ദൈവശബ്ദത്തിനായി കാതുകൊടുക്കാൻ ദൈവമിടയാക്കട്ടെ. ഈ ലോകത്തിലെ ധനം സമ്പാദിക്കുന്നതിലല്ല നമ്മുടെ ലക്ഷ്യങ്ങള്. നീതിക്ക് വേണ്ടി ഒരുങ്ങുവാൻ, കർത്താവിന്റെ ഇഷ്ടം മനസ്സിലാക്കി മനസ്സ് പുതുക്കുവാൻ നമ്മളെ തന്നെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനം കേട്ട എല്ലാവരുടെയും ജീവിത മേഖലകളിൽ ഇന്ന് രാത്രി ഒരു വലിയ ശുദ്ധീകരണവും ദൈവികമായ ഇളപ്പാടുകളും ഈ രാത്രി നമ്മളായിരിക്കുന്ന ഓരോ രാജ്യങ്ങളിലും നമ്മുടെ കിടക്കമേലിലും ഇന്ന് രാത്രി ആ വചനം സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ. തന്റെ ദാസനെ ശുശ്രൂഷകളെ മാനിക്കട്ടെ, ക്ഷേമത്തോടെ കൊണ്ടുവരികയും ചെയ്യട്ടെ. ഒരു ഉദ്ദേശത്തോടെയാണ് ദൈവം കൊണ്ടുപോയതെങ്കിൽ കർത്താവിന്റെ അദൃശ്യമായ കരങ്ങൾ ആ ശുശ്രൂഷ മേഖലകളിലൊക്കെ വെളിപ്പെട്ട് അനേകർക്ക് ആശ്വാസമാക്കി തീർക്കുന്നതിനായി നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നീതിമാനുമായ ദൈവമേ, സ്വർഗസ്ഥ ഞങ്ങളുടെ നല്ല പിതാവേ, നല്ലതും വിലയേറിയതുമായ ധന്യനിമിഷത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ ഇന്ന് രാത്രിയിൽ കർത്താവെ സമയങ്ങൾ കണ്ടെത്തി പല രാജ്യങ്ങളായി ഞങ്ങൾ ദൈവസന്നിധിയിൽ ആർത്തിയോടെ കടന്നു വരാനിടയായി. അങ്ങയുടെ ദാസനിലൂടെ ഇന്ന് രാത്രിയിൽ കർത്താവെ കൃത്യമായി അങ്ങ് സംസാരിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. കർത്താവെ പലപ്പോഴും ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ വായിച്ചിട്ടുണ്ട്, ധ്യാനിച്ചിട്ടുണ്ടെങ്കിലും ആ വചനത്തിന്റെ കർത്താവെ പൊരുളുകൾ ഇന്ന് രാത്രിയിൽ കർത്താവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. അതും പ്രകാരം ഞങ്ങൾ ജീവിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ നന്നായി കാണുന്ന ദൈവമേ, ഞങ്ങളുടെ ബന്ധനങ്ങളെ അറിയുന്ന ദൈവമേ, ഞങ്ങളുടെ തലമുറകളെ കുറിച്ച് കർത്താവ് അറിയുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ മാത്രമല്ലല്ലോ കർത്താവെ, ആ കർത്താവെ അടുത്തുള്ള ഗ്രാമത്തിൽ കെട്ടിയിരുന്ന കഴുതയെ മാത്രമല്ല കഴുതക്കുട്ടിയെയും കണ്ട ദൈവമാകിയാൽ ഞങ്ങൾ നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ആകമാനം അറിയുന്ന ദൈവമാകിയാൽ കർത്താവെ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പലതിനെ ചൊല്ലി മനം കലങ്ങി പലപ്പോഴും
ഞങ്ങളെ കർത്താവെ പ്രാർത്ഥനയിൽ കർത്താവെ ഞങ്ങൾ മടുപ്പ് തോന്നാറുണ്ട്, ഞങ്ങൾ നിരാശ തോന്നാറുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കാതിരുന്ന സമയങ്ങളുണ്ട് കർത്താവെ. നിരാശ ഞങ്ങളെ പലപ്പോഴും തളം കെട്ടിയിട്ടുണ്ട് കർത്താവെ. അതിന്റെ മേലെല്ലാം ഞങ്ങൾക്കൊരു വിജയം ആവശ്യമാകയാൽ ആ ബന്ധനങ്ങളെ അഴിഞ്ഞ് ഞങ്ങൾ ആത്മാവിനെ ആരാധിച്ച് മുന്നേറുവാൻ ദൈവം ഞങ്ങൾ ഏവരെയും സഹായിക്കുമാറാകണമേ. അതിനായി ഇന്ന് രാത്രിയിൽ ഞങ്ങളെ കർത്താവെ ശക്തീകരിക്കണമേ. ആ അഭിഷേകത്തിന്റെ പുതുക്കത്താൽ ഞങ്ങളെ നിറയ്ക്കുമാറാകുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പേര് പറഞ്ഞു കർത്താവിന്റെ ദാസൻ ദൂത് പറഞ്ഞ ആ വ്യക്തികളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ അന്തരാത്മാവിൽ ഇന്ന് രാത്രി ആ ദൂതുകൾ കർത്താവെ സംസാരിച്ചു കൊണ്ടിരിക്കണമേ. അവിടെ നിരാശകൾ മാറട്ടെ കർത്താവെ. വഴികൾ ദൈവം തുറന്ന് പ്രത്യാശയോടെ വരുന്ന നാളുകളിൽ ശക്തിയോടെ അങ്ങയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടാൻ സഹായിക്കണമേ. ജോസുഭാഷ ഏൽപ്പിക്കുന്നു. ശാരീരികമായി, മാനസികമായി, ആത്മീയമായി, ഭൗതികമായി അനുഗ്രഹിക്കുമാറാകണം. തന്റെ ദാസിയെ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ 3 പേരെ ഏൽപ്പിക്കുന്നു. കാവ്യ സഭയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ആ ദേശത്തേക്ക് എന്തിനു കൊണ്ടുപോയിരിക്കുന്നു കർത്താവെ? ഒരു നല്ല നന്മ കൊയ്ത് കർത്താവെ മടങ്ങി വരുവോളം സഹായിക്കണം. ശുശ്രൂഷകളെ നൽകണമേ. തടസ്സങ്ങളെല്ലാം ദൂരീകരിക്കണമേ കർത്താവെ. ആ കർത്താവെ ഇസ്രായേലിന്റെ സമാധാനത്തിനായി ഇറാഖിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മറ്റു രാജ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. യുദ്ധങ്ങളെ നിർത്തൽ ചെയ്ത് സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാകട്ടെ കർത്താവെ. അടുത്ത തിങ്കളാഴ്ച ഞങ്ങൾ കടന്നു വരാൻ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യം തരുന്നെങ്കിൽ സന്തോഷത്തിന്റെ വാർത്ത കേൾക്കാൻ ദൈവം ഞങ്ങളെ സഹായിക്കും. പ്രാർത്ഥന യാചനയും കേട്ട ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രത്തോളം ശുശ്രൂഷിപ്പാനും കർത്താവ് ശുശ്രൂഷ അനുഭവിപ്പാനും കൃപ തന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വദിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സാവകാശവും ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടിയ എല്ലാ ദൈവമക്കളോടും ദൈവദാസന്മാരോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ ഇന്നു മുതൽ എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാൻ മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ആയിരിക്കാം. പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഓക്കെ, എങ്ങനെയുണ്ട് നിങ്ങളുടെ നാട്ടിൽ? നന്ദി, വന്ദനം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ലീഡ് ചെയ്ത അച്ഛനും പ്രത്യേകം നന്ദി. അടുത്ത ആഴ്ച അച്ഛൻ ലീഡ് ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്ന സ്തോത്രം. എല്ലാരും തക്ക സമയത്ത്. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന